Meet the editors. നമസ്കാരം. മീറ്റ് എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. UDF-ന് പിന്തുണയുമായി SDPI രംഗത്തെത്തിയതിന് പിന്നാലെ വാദപ്രതിവാദം മുറുകുകയാണ്. SDPയുടെ വോട്ട് തേടുന്നതിനെക്കുറിച്ച് UDF ചർച്ച ചെയ്തിട്ടില്ല എന്നും പിന്തുണ ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ന്യൂനപക്ഷ വർഗീയതകളെ UDF-ഉം കോൺഗ്രസും പിന്തുണയ്ക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ UDF സ്ഥാനാർത്ഥികളിൽ പലരും SDPയെ പിന്തുണ തള്ളാൻ തയ്യാറായിട്ടില്ല. വോട്ടർ പട്ടികയിലുള്ള എല്ലാവരുടെയും വോട്ട് വേണമെന്ന നിലപാട് ആവർത്തിച്ച് K. മുരളീധരനും രംഗത്തെത്തി. UDF നേതൃത്വം കൂട്ടായ ചർച്ചയ്ക്ക് ശേഷമാണ് SDPയുടെ പരസ്യ പിന്തുണയിൽ നിലപാട് സ്വീകരിച്ചത്. വിഷയം ദേശീയ തലത്തിൽ BJP ആയുധമാക്കുന്നതും അത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിക്ക് കാരണമാകുമെന്നതും വിലയിരുത്തിയാണ് പരസ്യമായി തള്ളിപ്പറയാൻ UDF തയ്യാറായത്. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDF-ന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എല്ലാ ജനവിഭാഗങ്ങളും UDF-ന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. എന്നാൽ SDPI വോട്ട് വേണ്ടെന്ന മുന്നണി നേതൃത്വത്തിന്റെ തീരുമാനം UDF സ്ഥാനാർത്ഥികളിൽ പലർക്കും ദഹിച്ചിട്ടില്ല. പ്രത്യേകിച്ച് SDPIക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നവർക്ക്. ഇപ്പോൾ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള സംഘടനകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകിയാൽ അത് മതേതര ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണയാണ്. UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. അത് ഞാൻ ആലോചിച്ചിട്ട് പറയാം. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വ്യത്യസ്തമാണ്. UDF അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. വോട്ടർ പട്ടികയിലുള്ള എല്ലാവരുടെയും വോട്ട് വേണമെന്നായിരുന്നു K. മുരളീധരന്റെ ആവർത്തിച്ചുള്ള പ്രതികരണം. അല്ല, ഞാൻ പറയുന്നത് വോട്ടർ പട്ടികയിൽ എല്ലാ വിവാദത്തിനും പേരുണ്ടാവുമല്ലോ. ആരൊക്കെയാണ് വോട്ടർ പട്ടികയിൽ അവരുടെ ഒക്കെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പരസ്യ പിന്തുണയെ പരസ്യമായി തള്ളിയ UDF നടപടിയിൽ SDPയുടെ തുടർ നിലപാടാകും ഇനി ശ്രദ്ധേയമാവുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം. SDPI വോട്ട് തള്ളണോ എന്നതാണ് ചോദ്യം. ചർച്ച തുടങ്ങും മുമ്പ് ഞങ്ങൾക്കിടയിൽ ഇല്ലാത്ത ഒരാൾ ഇരിക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നായിരുന്നെങ്കിൽ ഇത്തവണ തൃശ്ശൂരിൽ നിന്നാണ്. ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ ഇതാ തൊട്ടടുത്ത്. ശരിയാണ്. എൻ്റെ വലത്തും ഇടത്തും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എഡിറ്റർമാരെ എൻ്റെ വലത്ത് സ്മൃതി പരുത്തിക്കാടും അതിന് തൊട്ടപ്പുറത്ത് നിലപാട് കൊണ്ട് വലത്തല്ലെങ്കിലും നിലപാട് കൊണ്ട് ഇടത്താണ് നിൽക്കുന്നതെങ്കിലും മനസ്സിലായില്ല. ഒന്നുകൂടെ വിശദീകരിക്കണം. ഒരു മിനിറ്റ്. അല്ല, അത് പറ്റില്ല. അങ്ങനെ പറഞ്ഞു പോവല്ലേ. കുറിച്ചാണല്ലോ ചർച്ച. അല്ലല്ല, ആദ്യം വലതുവശത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിലപാട് കൊണ്ട് ഇടതുവശത്ത് പറയുമ്പോ ആദ്യം പറഞ്ഞാണോ? അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, സംശയമൊന്നുമില്ല. നിങ്ങളെല്ലാവരും എനിക്ക് വിശ്വാസമാണ്. ഇടതുപക്ഷത്ത് നിൽക്കുന്നവരാണ് നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അത് CPM-ന്റെ നിലപാടല്ല, വിശാലമായ രാഷ്ട്രീയ ലെഫ്റ്റ്, ഒരു പൊളിറ്റിക്കൽ ലെഫ്റ്റ് എന്ന അർത്ഥത്തിലാണ്. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അല്ല, അപ്പൊ ആ പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുവശത്ത് ഇരിക്കുന്നവരെല്ലാം ഇടതുപക്ഷക്കാരാണെന്നാണ്. അല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കുമില്ല, ഇവിടെ ആർക്കുമില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. SDPI വോട്ട് തള്ളണോ എന്ന ചോദ്യത്തിന് ആദ്യം ഈ ഭാഷയിൽ തുടങ്ങിയാലോ? ഓക്കെ. നോക്കൂ, ഇപ്പോൾ ഇന്നലെ റിപ്പബ്ലിക് TV-യിൽ അർണബ് ഗോസ്വാമിയുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ഏതാണ്ട് 3/4 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചർച്ചയാണത്. അത് SDPIയും കോൺഗ്രസുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ളൊരു ചർച്ചയായിരുന്നു. ദ നേഷൻ വാണ്ട്സ് ടു നോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ വൈ ഈസ് ദി കോൺഗ്രസ് ടേക്കിംഗ് സപ്പോർട്ട് ഫ്രം PFI ലിങ്ക്ഡ് SDPI എന്നാണ്. എന്തിനാണ് PFIയുമായി ബന്ധമുള്ള SDPIയുടെ പിന്തുണ കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതാണ്. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നു. എന്താണ് PFI, എന്താണ് SDPI എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്ത് മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും കൊന്നൊടുക്കാൻ പ്രതിജ്ഞയെടുത്തിട്ടുള്ളൊരു സംഘടനയാണ് PFI. അതിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDPI. അതായത് SDPI എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലഷ്കർ എ തോയ്ബ പോലെയുള്ള ഒരു സംഘടനയാണ്. ഇത് അർണബ് ഗോസ്വാമിയുടെ വിശദീകരണമാണ്. അങ്ങനെ ഒരു സംഘടനയുമായി ഇതാ കോൺഗ്രസ് ഐക്യപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന വാക്കാണ്, കോൺഗ്രസ് ഈസ് ഇൻ അലയൻസ് വിത്ത് എന്നാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ ആ ചർച്ച കാണാം. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയെ പാകിസ്ഥാനാകാൻ അനുവദിക്കില്ല, ഞങ്ങൾ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനാകാൻ അനുവദിക്കില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, യു വാണ്ട് ടു ടേൺ ദി കൺട്രി ഇൻ ടു പാകിസ്ഥാൻ. ആര്? കോൺഗ്രസ്. യു വാണ്ട് ടു ടേൺ ദിസ് കൺട്രി ഇൻ ടു പാകിസ്ഥാൻ.
യു വാണ്ട് ടു ടേൺ ദിസ് കൺട്രി ഇൻ ടു അഫ്ഗാനിസ്ഥാൻ, വി വോണ്ട് അലോ ഇറ്റ്. ഒരു ആങ്കർ ഇരുന്ന് പറയാണ് ഞങ്ങളിത് അനുവദിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചർച്ചയിലേക്ക് പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നോക്കൂ, ഈ പറയുന്ന ലഷ്കർ എ തോയിബയുമായി സഖ്യത്തിൽ പോകുന്ന ഒരു പാർട്ടിക്ക് നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അദ്ദേഹം ഇലക്ഷനിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു സംഘടനയുമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഐക്യമുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വോട്ടർമാരെ, നിങ്ങൾ ഈ അറിവ് ഞാൻ നൽകിയതിന് ശേഷം ഇന്ത്യയിൽ എവിടെയെങ്കിലും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുമോ? അതാണ് ചോദിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഈ അറിവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത്. ആ അറിവ് നേടിയതിനു ശേഷം നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുമോ എന്ന് മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ പോയി നിങ്ങളുടെ നേതാക്കളോട് ചോദിക്കൂ, കോൺഗ്രസിൻ്റെ നേതാക്കളോട് ചോദിക്കൂ. അവർ എന്തു മറുപടി പറഞ്ഞാലും ഇതെല്ലാം ശരിയാണ് എന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്ക് അപ്പോഴും ഉണ്ട് എങ്കിൽ, അതായത് ഇതെല്ലാം നടന്നോട്ടെ, SDP-യുമായി സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കിക്കോട്ടെ, അങ്ങനെ അവർ ഇലക്ഷനിൽ മത്സരിക്കട്ടെ എന്നാണ് നിങ്ങൾ നിലപാടെടുക്കുന്നതെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്ക്, നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്നലെ ഒരു ചർച്ച നയിച്ചത്. ആ ചർച്ച എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആളുകളോട് പറയുന്നത്? കോൺഗ്രസിനെ SDP-യുമായി സഖ്യത്തിലാണെന്ന് വരുത്തി തീർത്ത് SDP-I എന്ന് പറയുന്ന ഒരു ഛിദ്രശക്തിയാണെന്നും ആ ഛിദ്രശക്തി രാഷ്ട്രവിരുദ്ധ ശക്തിയാണെന്നും ആ രാഷ്ട്രവിരുദ്ധ ശക്തിയുമായി കൈകോർത്തിരിക്കുന്ന കോൺഗ്രസിന് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്നും ഒരു നാഷണൽ മീഡിയ അതിൻ്റെ പ്രേക്ഷകരോട് ആഹ്വാനം ചെയ്യുകയാണ്. ഡിയർ വ്യൂവേഴ്സ് എന്ന് വിളിച്ചുകൊണ്ട് പ്രേക്ഷകരോട് നേരിട്ടാണ് അദ്ദേഹം സംവദിക്കുന്നത്. എന്ന് മാത്രമല്ല, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ഈസ് ഇൻ അലയൻസ് വിത്ത് SDP-I. അതായത് SDP-I വന്ന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പിന്തുണ പ്രഖ്യാപിച്ചതിനോട് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുകയല്ല, മറിച്ച് സംശയലേശമന്യേ അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നു. SDP-യും കോൺഗ്രസും തമ്മിൽ ഐക്യത്തിലാണ്, സഖ്യത്തിലാണ്. ആ പിന്തുണ നേടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് SDP-യുടെ വോട്ട് വേണോ ഈ രാജ്യത്ത് വിജയിക്കാൻ എന്നൊക്കെയുള്ള തുടർ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഇന്ത്യയെ പാകിസ്ഥാനാക്കാൻ പോകുന്നു, അഫ്ഗാനിസ്ഥാനാക്കാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് ഈ നറേറ്റീവ്? ഇത് വളരെ കൃത്യമായൊരു രാഷ്ട്രീയ പദ്ധതിയാണെന്നേ. ഈ രാഷ്ട്രീയ പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാണ്? അമിത്ഷായാണ്. അമിത്ഷാ 1-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് SDP-ക്കാർ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തി പിന്തുണ ഏകപക്ഷീയമായി അങ്ങ് പ്രഖ്യാപിക്കുന്നു. ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആരും ഒരു ചർച്ചയും അവരുമായിട്ട് നടത്തിയിട്ടില്ല എന്ന്. ഈ പിന്തുണ പ്രഖ്യാപനത്തിന് ശേഷം ചൊവ്വാഴ്ച കർണാടകത്തിലെ രാമനഗരയിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ റോഡ് ഷോ നടത്തുമ്പോൾ പ്രസംഗിക്കുന്നു, നോക്കൂ, നിങ്ങൾ അറിഞ്ഞോ, SDP-യുമായി കേരളത്തിൽ കോൺഗ്രസ് സഖ്യത്തിലാണ്. ഇവിടെ രാമേശ്വരം കേസിലടക്കം ബോംബ് ബ്ലാസ്റ്റുകൾ നടന്നിരിക്കുന്നു. ഈ ബോംബ് ബ്ലാസ്റ്റുകൾ നടക്കുകയാണ് ഈ സംസ്ഥാനത്ത്. അപ്പോഴാണ് അത്തരം ശക്തികളുമായി കോൺഗ്രസ് ഐക്യപ്പെട്ടിരിക്കുന്നത്. ദേ ഡോണ്ട് ബിലീവ് ഇൻ ഇന്ത്യാസ് സോവറൈനിറ്റി. ഇന്ത്യയുടെ പരമാധികാരത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. അവർ ഛിദ്രശക്തികളുമായിട്ടാണ് ചേർന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ രീതിയിലൊരു ഗ്രാൻഡ് നറേറ്റീവ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതെന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ രാഷ്ട്രീയ അജണ്ടയെ നമ്മൾ മനസ്സിലാക്കാതെ ഞാനൊരു കാര്യം പറയാം. ഇന്നലെ രാഹുൽ ഗാന്ധി നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ പതാകയും ലീഗിൻ്റെ പാർട്ടിയുടെ പതാകയും ലീഗ് എന്ന പാർട്ടിയുടെ പതാകയും ഒരുമിച്ച് കെട്ടി ഇങ്ങനെ ഫ്ലൈ ചെയ്തിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? കേരളത്തിൽ ചുക്കും സംഭവിക്കില്ല. കാരണം കേരളത്തിലെ ആൾക്ക് കാര്യം എന്താണെന്നറിയാം. കർണാടക മുതൽ അങ്ങ് കാശ്മീർ വരെ 10,000-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് BJP-യുടെ സെല്ല്. ചെറിയ ഒരു നെറ്റ്വർക്ക് അല്ല സോഷ്യൽ മീഡിയയിൽ അവർക്കുള്ളത്. ആ നെറ്റ്വർക്കുകളിലൂടെ രാഹുൽ ഗാന്ധി ഈ പറയുന്ന ദേശീയ പതാകയും മുസ്ലിം ലീഗിൻ്റെ പതാകയും ഒരുമിച്ച് കെട്ടി ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കും. എന്താ സംഭവിക്കുക? പാകിസ്ഥാൻ്റെ കൊടി ഉയർത്തി വീശുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധനാണ് എന്ന് എത്ര പ്രാവശ്യം പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യ വിരുദ്ധനാണെന്ന്. അവർ ചൈനീസ് ചാരന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പാർലമെന്റ് സെഷനിൽ അതായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്നൊരു വലിയ പ്രചാരണം നടക്കുമായിരുന്നു. 2019 നമ്മളത് കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രചാരണത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് എത്ര ആളുകളോട് പോയിട്ട് വിശദീകരിക്കാൻ പറ്റും? ഇത് അങ്ങനെയല്ല, മുസ്ലിം ലീഗിൻ്റെ പതാകയാണ്, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ രാജ്യവിരുദ്ധ ശക്തിയല്ല. ഒരു ഫാക്ട് ചെക്കിങ് ഇമ്പോസിബിൾ അല്ല. ഒരു ഫാക്ട് ചെക്കിങ് നടക്കത്തില്ല. ഇത് കാണുന്ന കർണാടക മുതൽ കാശ്മീർ വരെയുള്ള സാധാരണ ഗ്രാമീണർ മുഴുവനും ഇതങ്ങ് എടുക്കും. അവരിതിൻ്റെ അകത്ത് വസ്തുതയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടല്ല ഇതൊന്നും പരിശോധിക്കുക. അതുകൊണ്ടാണ് എനിക്കൊരു വലിയ വിഷമമുള്ളത്. ഈ 580 കിലോമീറ്റർ ചുറ്റളവുള്ള കേരളത്തിൻ്റെ ചെറിയ രാഷ്ട്രീയ ഭൂപരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് ആർജവം വേണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദർ ഇസ് എ ഗ്രാൻഡ് പ്ലാൻ. അത് കേരളത്തിന് പുറത്തൊരു വലിയ നറേറ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നു, അപകടകരമായ നറേറ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നു. എപ്പോഴും ഹിന്ദുത്വ ശക്തികൾ അവരുടെ
രാഷ്ട്രീയം എപ്പോഴും അവർക്ക് അനുകൂലമാക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് വഴിയാണ് ഹിന്ദുത്വ ഒരു ഫോഴ്സായിട്ട് മാറുക. ആ ഹിന്ദുത്വ ഫോഴ്സ് എന്ന് പറയുന്നത് വൈകാരികമായിട്ടാണ് കൂട്ടിയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 2014 മുതൽ ഇങ്ങോട്ട് സ്മൃതി അഗ്രസീവായ ഹിന്ദുത്വയ്ക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ കൊണ്ടുപോയി ചെങ്കോൽ സ്ഥാപിക്കുന്നു, CAA കൊണ്ടുവരുന്നു, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറയുന്നു, ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്നു, ഭരണഘടന ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ മാറ്റി എഴുതുമെന്ന് പറയുന്നു. ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം സ്ഥാപിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പൂർണ്ണൂരിട്ട് അവിടെ പോയിരുന്നിട്ട് എല്ലാ പ്രാർത്ഥനയും നടത്തുന്നു. ഈ രീതിയിൽ അഗ്രസീവായ ഹിന്ദുത്വം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് വൈകാരികമായൊരു പ്രശ്നമായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ BJP അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കോൺഗ്രസിന് സംഭവിച്ച വീഴ്ച അതുകൂടി പറയേണ്ടതുണ്ടല്ലോ. നമ്മളിപ്പോൾ SDPIയുടെ വാർത്താ സമ്മേളനം നടന്നത് ഞാൻ പറഞ്ഞല്ലോ തിങ്കളാഴ്ച 11:30 മണിക്കാണ്. ശ്വാസം എടുക്കാൻ സമയം കൊടുക്കരുത്, അതിന് മുമ്പ് പറയണമായിരുന്നു ഈ വോട്ട് വേണ്ട എന്ന്. 3 ദിവസം ഇരുട്ടിൽ തപ്പി കോൺഗ്രസിന്റെ പല നേതാക്കളും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി അവസാനം നമ്മൾ ഇന്ന് കണ്ടത് എന്താ? VD സതീശനും MM ഹസനും കൂടി ഒന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഈ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് അടിവരയിട്ടു എന്ന് പറയാം. അപ്പോഴും NK പ്രേമേന്ദ്രൻ്റെ അഭിപ്രായം ഉണ്ടോ ഇക്കാര്യത്തിനകത്ത്? K മുരളീധരൻ്റെ അഭിപ്രായം ഉണ്ടോ ഇക്കാര്യത്തിനകത്ത്? K സുധാകരൻ്റെ അഭിപ്രായം ഉണ്ടോ ഇക്കാര്യത്തിനകത്ത്? വോട്ടർ പട്ടികയിലുള്ള എല്ലാവരുടെയും വോട്ട് വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയും, ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല. സ്വാഭാവികമാണത്. അവർ മത്സരത്തിലാണ്, ഒരു വോട്ടെങ്കിലും ഒരു വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കുക. പക്ഷേ ചില സന്ദർഭങ്ങളിൽ കരുത്തുറ്റ ചില രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ടി വരും. ആ രാഷ്ട്രീയ നിലപാടെടുക്കാതെ കോൺഗ്രസ് നേതാക്കൾ വരുത്തിയ വീഴ്ചയ്ക്ക് വലിയ മറുപടിയാണ്, വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക. അതാണ് ഈ ഗ്രാൻഡ് നറേറ്റീവായിട്ട് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഈ അർണോബ് ഗോസ്വാമിയിൽ നിന്ന്, അമിത്ഷായിൽ നിന്ന് ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, SDPIയുടെ ഈ വാർത്താ സമ്മേളനം അത് യഥാർത്ഥത്തിൽ ബൂമറാങ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിനാണ് SDPIയെ പോലൊരു സംഘടന ഇന്ത്യയിൽ BJP വരരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടന പരസ്യമായൊരു വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസിനുണ്ടാകാവുന്ന അപകടം എത്രമാത്രമാണ്, ഇന്ത്യയിലെ മതേതര ശക്തികൾക്കുണ്ടാകാവുന്ന അപകടം എത്രമാത്രമാണ്, അതവർ മനസ്സിലാക്കണമായിരുന്നു. ഞാൻ അവർ ഇത്തരത്തിലുള്ളൊരു വാർത്താ സമ്മേളനം നടത്തിയതിനെക്കുറിച്ച് സംശയാലുവാണ്. ഇതൊരു അനവസരത്തിലുള്ള വാർത്താ സമ്മേളനമായിരുന്നു. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ കോൺഗ്രസിന് ശക്തമായൊരു വീഴ്ച വന്നിട്ടുണ്ട്. ഏതായാലും SDPIയുമായുള്ള ഈ ബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ നറേറ്റീവ് ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ BJP മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. BJPയുടെ വരും ദിവസങ്ങളിലെ പ്രചാരണം എന്ന് പറയുന്നത് ഇക്കാര്യമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വലിയൊരു പ്രതിരോധം തീർക്കേണ്ട ആവശ്യകത രാജ്യത്തുടനീളം മതേതര പാർട്ടികൾക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യം പറയാൻ. ശരി, ഡോക്ടർ അരുൺ. ഓക്കെ, സ്മൃതി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രിസ്റ്റഫർ ജാഫറിലോട്ട് പറയുന്ന ഒരു ആശയമുണ്ട്. നമ്മളുടെ ജനാധിപത്യം എന്നുള്ളത് ഒരു വംശീയ ജനാധിപത്യമായി പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു എത്നിക് ഡെമോക്രസിയായി പരിണമിക്കുന്നു. എത്നിക് ഡെമോക്രസിയായി പരിണമിക്കുന്നത് ഒരു ഭൂരിപക്ഷ മതം നമ്മളുടെ വംശീയതയായി, ആ വംശീയത ജനാധിപത്യത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായി മാറുന്ന ഘട്ടത്തിലാണത് സാധ്യമാവുന്നത്. അപ്പോൾ ഒരു വംശീയ ജനാധിപത്യമായി പരിണമിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടാവുന്ന ഒരു ഗ്രാൻഡ് നെറേറ്റീവ് എന്ന് പറയുന്നത് ആ ഭൂരിപക്ഷ മതത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദേശീയതയെക്കുറിച്ചുള്ള നെറേറ്റീവായിരിക്കും. ആ ആഖ്യാനത്തെ നിയന്ത്രിക്കുന്നവരായിരിക്കും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വളരെ ഈസിയായി മുന്നോട്ട് പോവുക, മറ്റൊരു ആഖ്യാനം രൂപപ്പെടുന്നതുവരെ. 2024 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലും 2014 തെരഞ്ഞെടുപ്പിലും ആ നെറേറ്റീവിനെ അഥവാ ആ ആഖ്യാനത്തെ നിയന്ത്രിച്ചു നിർത്തുന്നത് നരേന്ദ്രമോദി സർക്കാർ ഈ അഗ്രൻഡൈസിങ് നാഷണലിസം എന്ന് പറയുന്ന ശാക്തികമായ ദേശീയത, അത് വംശീയമായ ദേശീയതയായി നിർവചിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതിന് പറ്റുന്ന കൂട്ടുകൾ എവിടെയൊക്കെയുണ്ടോ ആ കൂട്ടുകൾ അവർ തിരയും. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഇതൊരു എത്നിക് ഡെമോക്രസിയായി പരിവർത്തനപ്പെടുത്തുന്ന ഈ വലിയ ആഖ്യാനത്തിൻ്റെ പരിധിയിൽ, അതിൻ്റെ ട്രാപ്പിലേക്ക്, അതിൻ്റെ കെണിയിലേക്ക് തങ്ങൾ പോയി നിൽക്കണമോ എന്ന് തീരുമാനിക്കണം. അത് തീരുമാനിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 48 മണിക്കൂർ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പിയത്. എന്താണ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഈ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം 48 മണിക്കൂർ വേണ്ടി വന്നു ഇവിടുത്തെ UDF നേതൃത്വത്തിന് SDPIയുടെ ഒരു രാഷ്ട്രീയ ബന്ധം തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാൻ. SDPIയിൽ വിശ്വസിക്കുന്ന വോട്ടർമാരുടെ വോട്ട് തങ്ങൾക്ക് വേണ്ടെന്നോ അവരുടെ വോട്ടിംഗ് അവകാശത്തെ നിരാകരിക്കാനോ പാർട്ടിക്ക് കഴിയില്ല. പക്ഷേ SDPയുമായി ഒരു രാഷ്ട്രീയ ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് കേരളം കാതോർത്തിരിക്കുകയായിരുന്നു. പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ പറഞ്ഞതുപോലെ ആ വലിയ രീതിയിലുള്ള ദേശീയാഖ്യാനത്തിലേക്ക് കേരളത്തെ അടക്കം കൊണ്ടുപോകുന്നതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയതും. ഇനി SDPയിലേക്ക് വരൂ. SDP കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ ശക്തിയാണോ?
ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത്ര വലിയൊരു രാഷ്ട്രീയ ശക്തിയല്ല എന്നത് മാത്രവുമല്ല, കേരളത്തിലെ 2.96 കോടി വോട്ടർമാരിൽ 3 ലക്ഷത്തിൽ താഴെ മാത്രം വോട്ട് ബേസ് ഉള്ള ഒരു ഫ്രിഞ്ച് എലമെന്റ് ആണ് ഈ SDP എന്ന് പറയുന്നത്. ചരിത്രം തിരിഞ്ഞു പോയാൽ 1977 രൂപപ്പെടുന്ന സിമി മുതൽ 2022 അവ നിരോധിക്കപ്പെടുന്നത് വരെ അതിൻ്റെ ഭാഗമായിരുന്ന നിരവധി ആളുകൾ, 2001 സിമി നിരോധിക്കുന്നത്, അതിനുശേഷം സിമി മാറി പിന്നീട് പോപ്പുലർ ഫ്രണ്ട് വരുന്നു 2006. അതിനുശേഷം 2022 പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സിമിയുടെയും പ്രവർത്തകർ ഒരുമിച്ച് കൂടി 2009 തന്നെ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന SDP-യും യഥാർത്ഥത്തിലുള്ള സോഷ്യൽ ഡെമോക്രസിയും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സാമൂഹിക ജനാധിപത്യം എന്നൊരാശയം ജർമ്മനിയിലൊക്കെ രൂപം കൊള്ളുമ്പോൾ അത് മാർസിൻ്റെ ആശയങ്ങളിൽ നിന്ന് വിഭിന്നമായി എങ്ങനെയാണ് സോഷ്യലിസം വിപ്ലവത്തിലൂടെ അല്ലാതെ റിഫോമിലൂടെ, ലെജിസ്ലേറ്റീവ് പ്രക്രിയയിലൂടെ, നിയമനിർമ്മാണത്തിലൂടെ സാധ്യമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച ഒരു ദാർശനിക പദ്ധതിയായിരുന്നു. പിന്നീട് ലോകമെമ്പാടുമുള്ള ഇടതു രാജ്യങ്ങൾ ഈ പരമ്പരാഗത മാർക്സിസത്തിന്റെ പേരിൽ തന്നെ നിൽക്കുമ്പോഴും സോഷ്യൽ ഡെമോക്രസിയുടെ ആശയങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യൽ ഡെമോക്രസിയുടെ പ്ലാറ്റ്ഫോമിലാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒരു പരിധിവരെയാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരുന്നത്. എന്നാൽ മഹത്തായ ജനാധിപത്യ ജനകീയ വിപ്ലവാശയങ്ങളൊന്നും തകർന്നിട്ടില്ല. ഇവിടെ വിഷയത്തിലേക്ക് വന്നാൽ ആ SDP പേരുപയോഗിച്ചിരിക്കുന്നതിന് കാമോഫ്ലാഷ്ഡ് ആണ്. നമ്മൾ സാധാരണ പറയും കാമോഫ്ലാഷ്ഡ് ടെററിസം, തീവ്രവാദം പല രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വരാം. അങ്ങനെ ഒരു തീവ്രവാദം ഒരു രാഷ്ട്രീയ കക്ഷിയായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് നമ്മൾ SDP-യിലൂടെ കാണുന്നത്. അവരുടെ മുദ്രാവാക്യം എന്താ? ഭയത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമുള്ള മോചനം എന്നുള്ളതാണ്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? കൈവെട്ടുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. കൈവെട്ടി ഭയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരുമായി ഒരു ബന്ധം നിങ്ങൾക്ക് വേണമോ? നിങ്ങൾക്ക് അങ്ങനെയൊരു സഖ്യകക്ഷിയുമായി സിമിയുടെ ആദ്യത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ദേശീയതയെ നിരാകരിച്ച് ഒരു ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നൊരാശയമാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽപ്പെട്ടവരുടെ രാഷ്ട്രീയ രൂപം, ആ രാഷ്ട്രീയ രൂപം തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ അങ്ങനൊരു പ്രസ്ഥാനവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയാൻ എന്തിന് 48 മണിക്കൂർ എടുത്തു എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ആ സമയം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ബൃഹത്തായ ആഖ്യാനത്തിന് ദേശീയ തലത്തിൽ BJP രൂപം നൽകിയിരിക്കുന്ന അവരുടെ സൂക്ഷ്മ പ്രചരണ രൂപങ്ങളായ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾക്കും സാധിച്ചിട്ടുണ്ട്. ഒരു എക്കോ ചേംബറിലാണ് സ്മൃതി നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ എക്കോ ചേംബറിൽ വരുന്ന വസ്തുതകളുടെ ശരിതെറ്റുകൾ പരിശോധിക്കാൻ നമ്മൾ പോയാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഇട നൽകാതിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം കാണിക്കേണ്ടിയിരുന്ന ഒരു ജാഗ്രത. 2010 ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അന്ന് വടകരയിലാണ് ആദ്യം ഈ SDP ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അന്നൊരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നുണ്ട്. പ്രേംനാഥിനെ പരാജയപ്പെടുത്തി നാണു വിജയിക്കാനിടയായത് SDP-യുടെ സ്വാധീനമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് SDP-യുടെ വോട്ട് വിഹിതം 1.5 ലക്ഷത്തിൽ നിന്ന് 2.25 ലക്ഷമായി വളരുന്നതും 100-ലധികം വാർഡ് പ്രതിനിധികളായി വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും SB പടരുന്നതുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അപ്പോഴും പല മണ്ഡലങ്ങളിലും വിജയിയെ നിശ്ചയിക്കാൻ കഴിയുന്ന, അപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറത്ത് 46,000 വോട്ടാണുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ SDP-ക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് മലപ്പുറത്തും അതിനുശേഷം പൊന്നാനിയിലുമാണ്. അവിടെ പക്ഷേ ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ SDP-ക്ക് സാധിക്കില്ല. പക്ഷേ കണ്ണൂരിലും ആലപ്പുഴയിലും 13 വീതം വാർഡ് മെമ്പർമാരെ ഈ SDP-ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ 3 ലക്ഷത്തോളം വോട്ട് ബേസ് ഉള്ള ഒരു പാർട്ടി, ആ പാർട്ടി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയപരാജയത്തെ നിശ്ചയിക്കുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രാഹുൽ തരംഗമോ രാഹുൽ ഇഫക്റ്റോ ഒന്നുമില്ല. അത്തരത്തിലുള്ള ആത്മവിശ്വാസവും കോൺഗ്രസിനില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ 48 മണിക്കൂർ എടുത്തത്. ഇല്ലെങ്കിൽ 3 ലക്ഷം വോട്ടർമാർ അവരുടെ വോട്ട് ബാങ്കിന്റെ കണക്കിനും അപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ BJP കൊണ്ടുവരാൻ പോകുന്ന ആഖ്യാനത്തിന് ഇരകളായി തീരുന്നു എന്ന ബോധ്യം കോൺഗ്രസിന് ഉണ്ടാകേണ്ടിയിരുന്നു. അത് കോൺഗ്രസ് കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു. ആ വീഴ്ചയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർണബ് ഗോസ്വാമിമാരുടെ അഗ്രൻഡൈസിംഗ് നാഷണലിസത്തിന്റെ ഭാഗമായിട്ടുള്ള ബൃഹത്ത് ആഖ്യാനം. അത് കോൺഗ്രസിന് ഒരു വലിയ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശരി, നികേഷ് കുമാർ. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നതിൽ, മനസ്സിലാക്കുന്നതിൽ, കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ ഒരു ഹിമാലയൻ മണ്ടത്തരത്തിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഓരോ മണിക്കൂറിലും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ദുഃഖസത്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. നോക്കൂ, നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് അർണബ് ഗോസ്വാമി അങ്ങനെ പറയുന്നു, അമിത്ഷാ അങ്ങനെ പറയുന്നു എന്നുള്ളത്
അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു ബദൽ രാഷ്ട്രീയം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദുത്വಕ್ಕೆ പകരം മൃദു ഹിന്ദുത്വമാണ് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല കാര്യങ്ങളിലും ഇപ്പോൾ CAയുടെ കാര്യത്തിനകത്ത്, 370ൻ്റെ കാര്യത്തിനകത്ത്, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിനകത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലും കൂടിക്കലർന്ന ഒരുപക്ഷെ BJPയുടേതിന് സമാനമായിട്ടുള്ള നിലപാട് തന്നെ കോൺഗ്രസ്സിന് സ്വീകരിക്കേണ്ടി വരുന്നു. ആത്യന്തികമായി കൊടി ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല എന്നുള്ള ദുഃഖസത്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. BJPയുടെ മെഷീനറി എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളതല്ല. BJPയുടെ ഈ മെഷീനറി ഉണ്ടാകാനുള്ള കാരണം നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ്. എങ്ങനെയാണ് 1990കളിൽ ബാബറി മസ്ജിദ് എന്ന പള്ളിയിലേക്ക് BJPയുടെ രാഷ്ട്രീയം കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അത് 1948 മുതൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്നാണ് BJP തങ്ങളുടെ ഛേദം എന്താണ് എന്ന് മനസ്സിലാക്കി അതിലൂടെ സ്വന്തം രാഷ്ട്രീയം കരുപിടിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ എന്ന ആശയം BJP ശക്തിപ്പെടുത്തിയപ്പോൾ ബദൽ രാഷ്ട്രീയം ഉണ്ടാക്കാൻ കഴിയാത്ത ദയനീയമായ അവസ്ഥയിൽ BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ പകുതി പറയുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മൃദു ഹിന്ദുത്വ സമീപനം എടുത്താൽ ഹിന്ദുത്വ വോട്ടുകൾ കിട്ടുമെന്ന് നമുക്ക് കാണാനാകില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ BJP തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മേൽ മാത്രം അപ്രമാദിത്വം ഉണ്ടാക്കുന്നത്. നമ്മൾ നോക്കുക, 2014 ആയാലും 2019 ആയാലും ഇപ്പോൾ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പുകളായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായാലും കോൺഗ്രസിനെ മറികടക്കാൻ പ്രാദേശിക പാർട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. പ്രാദേശികമായി കോൺഗ്രസിന് പോലും സാധിക്കുന്നുണ്ട്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാത്തത് കൊണ്ടാണ്. അത് തന്നെയാണ് നമ്മൾ 2024 കാണുന്നത്. നമുക്ക് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നതിൽ, കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിന് വലിയ വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന്. SDPI എന്താണ്, മുസ്ലിം ലീഗ് എന്താണ് എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് വേദനാജനകമാണ്. ഞാൻ ആദ്യം മുസ്ലിം ലീഗിലേക്ക് വരാം. മുസ്ലിം ലീഗിൻ്റെ കൊടി മടിക്കുത്തിൽ വെക്കേണ്ടി വന്നു എന്നുള്ളതാണല്ലോ ഒരു പ്രധാന വിഷയമായി ഉയർത്തിക്കാണിക്കുന്നത്. മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നമ്മൾ സാധാരണഗതിയിൽ കേരളത്തിലെ ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയെ വിലയിരുത്തുന്നത് പോലെ വിലയിരുത്തിയാൽ പോരാ. ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രഖ്യാപിതമായ നിലപാടുണ്ട്. മതേതരത്വമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അതിനനുസരിച്ചുള്ള നിലപാടാണ്. ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവുക. പക്ഷെ മുസ്ലിം ലീഗിൽ നമുക്കറിയാവുന്നതുപോലെ മുസ്ലിങ്ങൾ മാത്രമാണ് ആ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ. അങ്ങനെ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എന്നാൽ മുസ്ലിം സമുദായത്തിലെ എക്സ്ട്രീമിസത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗുമായിട്ട് നമ്മുടെ ചങ്ങാത്തം 4 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്നതാണ് എന്ന് പറയാനും കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ദേശീയ സാഹചര്യത്തിൽ എന്താണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ റോൾ എന്ന് ഉയർത്തിപ്പിടിക്കാനും കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ്. ഒരുപക്ഷെ കേരളത്തിലെ UDFന് പുറത്തുള്ള UDFിൻ്റെ എതിർവശത്തുള്ള 2 മുന്നണികളുണ്ടല്ലോ. ഇപ്പോൾ LDF ആയാലും NDA ആയാലും. കേരളത്തിലെ LDF നമുക്കറിയാം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടി എന്നുള്ളതാണ് CPM ഇപ്പോൾ മുസ്ലിം ലീഗിനെ വിലയിരുത്തുന്നത്. അതിലേക്ക് മുസ്ലിം ലീഗ് CPMനെ എത്തിച്ചിരിക്കുന്നു, ഇടതുപക്ഷത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, BJPയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? മുസ്ലിം ലീഗ് ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള നിലപാടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പാകിസ്ഥാനുമായിട്ടല്ല അത് ചേർന്ന് നിൽക്കുന്നത്. മുസ്ലിം സമുദായം കാണുന്ന ചില ബിംബം ആ പറയുന്ന കളറിലും ആ പറയുന്ന ചിഹ്നത്തിലും ഉണ്ട് എന്നുള്ളത് മാത്രം കൊണ്ടാണ് മുസ്ലിം ലീഗ് ആ കൊടി ഉയർത്തിപ്പിടിക്കുന്നത്. നോക്കൂ, മുസ്ലിം ലീഗാണത്. മുസ്ലിം സമുദായത്തിൻ്റെ പാർട്ടിയായിട്ടാണ് ആ പാർട്ടി സ്വയം ജനനം കൊള്ളുമ്പോൾ തന്നെ അറിഞ്ഞിട്ടുള്ളത്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൊടി ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് ഇനി BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. BJP ഇതിനേക്കാൾ വലിയ വർഗീയ നിലപാടുള്ള, ഇതിനേക്കാൾ വലിയ വിഭാഗീയ നിലപാടുള്ള ജമ്മു കശ്മീരിലെ PDP എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോഴത്തെ PDP അല്ല കേട്ടോ. ആ 370 ശേഷം PDPയെ നമ്മൾ ഈ ഓല ഊർന്നെടുക്കുന്നത് പോലെ ഊർന്നെടുത്ത് വെറും ഒരു ജീവച്ഛവമാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ
നമുക്കറിയാവുന്നതുപോലെ വിഭാഗീയത അതിശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിലൊക്കെ PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ വിഭാഗീയ ചിന്താഗതിക്കാർക്കൊപ്പം നിന്നിട്ടുള്ള ആ കാലഘട്ടത്തിൽ PDPയുമായി സഹകരിച്ച് മുന്നണിയായി പോയിട്ടുള്ള പാർട്ടിയാണ് ആര്? ഈ പറയുന്ന BJP എന്ന് പറയുന്നത്. യാതൊരു ഉളുപ്പും കൂടാതെ PDPയുമായി BJP ചേർന്ന് പോയിട്ടുണ്ട്, ഒന്നിച്ച് ഭരിച്ചിട്ടുണ്ടെന്നേ. അപ്പോൾ ആ പറയുന്ന BJP ആണ് ഇവിടുത്തെ മുസ്ലിം ലീഗിനെ കുറിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ഒരു രാഷ്ട്രീയം പറയാൻ യഥാർത്ഥത്തിൽ UDFനും കോൺഗ്രസിനും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ വിഷയമാണ്. അത് മുസ്ലിം ലീഗിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. കേരളത്തിൽ ദീർഘകാലമായി ഭരണത്തിലുള്ള മുസ്ലിം ലീഗ് UDFനെയും LDFനെയും UDFുമായിട്ടും LDFുമായിട്ടും ഒക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം കൂടിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ശരിയായ വിധത്തിൽ പ്രൊജക്റ്റ് ചെയ്യാൻ UDFന് സാധിച്ചില്ല. അവരുടെ ഐഡൻറ്റിറ്റി മടിക്കുത്തിലേക്ക് മാറ്റിയതോടുകൂടി ആ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് പ്രതിനിധാനം ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവില്ലാത്ത, പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് SDPയുടെ. അതേ മണിക്കൂറുകളിൽ തന്നെയാണ് നമ്മൾ SDPയുടെ രാഷ്ട്രീയവും മുന്നോട്ട് പോകുന്നത്. SDPI എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വർഗീയ പ്രവർത്തനം നടത്തുന്നു മാത്രമല്ല അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന PFIയുടെ ഓരം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടന ഇവിടെ UDFന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് ഒരു ഡീലിൻ്റെ പുറത്താണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ എതിർ രാഷ്ട്രീയ പാളയങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ പിന്തുണ തള്ളിപ്പറയാൻ കഴിയാത്ത, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഭാഗീയ വർഗീയ രാഷ്ട്രീയം ഞങ്ങളുമായി ചേർന്നു പോകുന്നതല്ല എന്ന് പറയാൻ കഴിയാത്ത കോൺഗ്രസിൻ്റെ നേതൃത്വം അവിടെയും വീഴ്ച വരുത്തി. നോക്കൂ, അത് വളരെ വ്യക്തമല്ലേ? SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമല്ല നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അവർ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ അതിലെ പ്രമുഖ ശക്തിയായിട്ടുള്ള കോൺഗ്രസ്സിന് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു എന്നാണല്ലോ അവർ മൂവാറ്റുപുഴ മൗലവി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആ നിലപാടല്ലല്ലോ ദേശീയ തലത്തിൽ എടുക്കുന്നത്. നിങ്ങൾ തമിഴ്നാട്ടിൽ ഇന്ത്യ ബ്ലോക്കിൽ പെടാത്ത DMKയുമായി, BJPയുമായി ഒളിച്ചു കളിക്കുന്ന DMKയുമായി, BJPയുമായി കഴിഞ്ഞ ദിവസം വരെ സഖ്യമുണ്ടാക്കിയിരുന്ന DMKയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ നിലപാട് തത്വാധിഷ്ഠിതമല്ല, നിങ്ങളുടെ നിലപാട് സത്യസന്ധമല്ല എന്ന് പറയാൻ കഴിയാത്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റൊരു വീഴ്ച. അപ്പോൾ മുസ്ലിം ലീഗിനെ തിരിച്ചറിയാനും ആ രാഷ്ട്രീയം പ്രൊജക്റ്റ് ചെയ്യാനും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, SDPIയുടെ പിന്തുണ അത് തങ്ങൾക്ക് ദോഷം ചെയ്യും, അവരുടെ രാഷ്ട്രീയ നിലപാട് കാരണം തങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന് തിരിച്ചറിയാനും അതിനെ ബ്ലോക്ക് ചെയ്യാനും കഴിയാതെ അതിനകത്തുണ്ടാകുന്ന സകല നെഗറ്റീവുകളും ബാധിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെ ദുർബലമായ ശബ്ദത്തിൽ VD സതീശനും MM ഹസനും ഇപ്പോൾ ആ പിന്തുണ വേണ്ട എന്ന് പറയുന്നതിലൂടെ, ആ പിന്തുണ വേണ്ട എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ NK പ്രേമചന്ദ്രൻ്റെ ശബ്ദം, K സുധാകരൻ്റെ ശബ്ദം ഒക്കെ വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന ദുർബലമായിട്ടുള്ള ആ പിന്തുണ വേണ്ട എന്നുള്ള പ്രസ്താവന പോലും യഥാർത്ഥത്തിൽ നല്ല രീതിയിലല്ല സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ആ നിലയിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്നതിൽ, അത് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏത് നിലയിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയുന്ന UDF നേതൃത്വം കിട്ടുന്നത് പോരട്ടെ എന്നാണ് നിലപാടെടുക്കുന്നതെങ്കിൽ അത് കൂടുതൽ വിനാശകരമാകാനേ സാധ്യതയുള്ളൂ. അതാണ് SDPIയുടെ കാര്യത്തിൽ UDFന് സംഭവിക്കാൻ പോകുന്നത്. ശരി സുജിയ. SDPI എന്ന് പറയുന്നത് നിരോധിത ഭീകര സംഘടനയായ തീവ്ര മുസ്ലിം സംഘടനയായ PFIയുടെ പൊളിറ്റിക്കൽ ആമാണ്. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ടതില്ല. കാരണം 2009 പൊളിറ്റിക്കൽ അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നാഷണൽ കോൺഫറൻസിലാണ് SDPI എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആം അവർ രൂപീകരിക്കുന്നത്. അപ്പോൾ SDPIയും PFIയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. നിരോധിത ഭീകര സംഘടനയായ 2022 സെപ്റ്റംബർ 28 നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ആമായ SDPI ആണ് UDF
UDF-ന് കോൺഗ്രസിന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വോട്ട് തള്ളണോ, SDPIയുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി. ഒരു ക്ലിയർ നോ പറയാൻ ഇത്രയും ആലോചിച്ചത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ SDPIയുടെ വോട്ട് തള്ളാനല്ല, കൊള്ളാൻ തന്നെയാണ് കോൺഗ്രസിലെ ചില സ്ഥാനാർത്ഥികളുടെയെങ്കിലും പദ്ധതി എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് കൃത്യമായി SDPIയോട് എടുക്കേണ്ട പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ് എന്ന് വളരെ കൃത്യമായി നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നത് VD സതീശൻ പറയുന്നു UDF ചർച്ച ചെയ്തിട്ടില്ല, പിന്തുണ ആവശ്യമില്ല എന്നുള്ളതാണ്. UDF ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നതോ അല്ല, ഒരു സംഘടന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ടുള്ള തീയതി, അതിന്റെ സമയം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ SDPI ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരിടത്തും മത്സരിക്കുന്നില്ല. അവരുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഞങ്ങൾ പിന്തുണ പിൻവലിക്കുന്നു എന്ന് SDPI പറഞ്ഞിട്ടില്ല. സോ ആസ് ഓഫ് നൗ SDPIയുടെ പിന്തുണ, ഒരു പാർട്ടി അതിന്റെ അനുയായികൾ അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനും UDF-നുമാണ്. അതാണ് ഇപ്പോഴത്തെ ഫാക്ട്. ഇതിൽ ഇപ്പോൾ നേരത്തെ ഉണ്ണിസാറൊക്കെ സൂചിപ്പിച്ചല്ലോ, ഞാൻ അർണബ് ഗോസ്വാമിയെയോ അങ്ങനെയുള്ള മറ്റൊരു അവതാരകന്റെ അഭിമുഖത്തെയോ ഒന്നും ഞാൻ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ വാദം പറയാം. അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് എന്ന് പറയുന്ന മണ്ഡലം, അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് ഉള്ളത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് പരസ്യമായി പിന്തുണ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നത് SDPI ആണ്. അപ്പോൾ SDPI എന്ന് പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അതിൽ എത്രത്തോളം സോഷ്യലിസവും ഡെമോക്രസിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയൊരു PFIയുടെ ഒരു പൊളിറ്റിക്കൽ ആമായിരിക്കുമ്പോൾ അതിൽ ആർക്കും അധികമൊന്നും ആലോചിച്ച് പോകേണ്ടതില്ല. എന്താണോ, എവിടെ നിന്നാണോ ഒരു പാർട്ടി ബോൺ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്നത്, ആ ഉറവിടത്തിൻ്റെതായ എല്ലാ ക്വാളിറ്റിയും SDPI എന്ന് പറയുന്ന സംഘടനയ്ക്കുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുടെ വോട്ട് എന്ന് പറയുന്നത് അത് വയനാട്ടിൽ ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൽ 2009 ഓഗസ്റ്റ് മുതൽ ഈ SDPI എന്ന് പറയുന്ന സംഘടന ആക്റ്റീവാണ്. അത് സ്റ്റിൽ ആക്റ്റീവാണ്. അതിൻ്റെ ലോക്കൽ ബോഡീസിലെ പ്രസൻസ് അടക്കം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ SDPIയുടെ ടാലി എന്ന് പറയുന്നത് 102 ആണ്. 75 പഞ്ചായത്ത് വാർഡുകളിൽ, 18 മുനിസിപ്പൽ വാർഡുകളിൽ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും ഒരു കോർപ്പറേഷൻ ഡിവിഷനിലും SDPIക്ക് പ്രസൻസ് ഉണ്ട്. സോ മോർ ദാൻ 100 സീറ്റ്സ് എന്ന് പറയുന്നത് SDPIയുടെ ഈ ഒരു പ്രോസസ്സിനകത്തെ നമ്മുടെ സിവിക് ബോഡീസിലെ പ്രസൻസ് ആണ്. അങ്ങനെ പ്രസൻസ് ഉള്ള SDPI അവർക്ക് ഇപ്പോഴുള്ള വോട്ട് വിഹിതം എത്രയാണോ, ഒരു വോട്ടെങ്കിലും ആയിക്കോട്ടെ, ആ വോട്ട് അവർ ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കാണ് എന്ന് പറയുമ്പോൾ നിരോധിത ഭീകര സംഘടനയുടെ പൊളിറ്റിക്കൽ ആമിന്റെ വോട്ടാണ് കോൺഗ്രസിലേക്ക് ചെല്ലാൻ പോകുന്നത്. രഹസ്യധാരണ വഴിയുള്ള അന്തർധാരയെക്കുറിച്ചൊന്നുമല്ല ഇത് പറയുന്നത്. ഇത് പരസ്യമായ പിന്തുണയെക്കുറിച്ചാണ്. ആ പരസ്യ പിന്തുണ കൊടുക്കുന്നത് CPIM-നല്ല, കോൺഗ്രസിനാണ് SDPI അത് പ്രഖ്യാപിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് V ശിവൻകുട്ടിക്കാണ് തങ്ങൾ വോട്ട് ചെയ്തതെന്ന് SDPI വ്യക്തമാക്കിയതാണ് എന്നുള്ള വാദമൊന്നും ഇവിടെ നിലനിൽക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ SDPI മത്സരിക്കുന്നില്ല. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും എവിടെയൊക്കെ SDPIക്ക് വോട്ടുണ്ടോ അതെല്ലാം കൊടുക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ്. അല്ലെങ്കിൽ അവർ തന്നെ പറയണം ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന്. ഈ നിലവിൽ ഈ മിനിറ്റ് വരെയുള്ള, ഈ നിമിഷം വരെയുള്ള കണക്കനുസരിച്ച്, ഫാക്ട് അനുസരിച്ച് SDPIയുടെ പിന്തുണ എന്ന് പറയുന്നത് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ചയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വ്യാഴാഴ്ചയാണ്. ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. ഈ നിമിഷം വരെ SDPI എന്ന തീവ്രവാദ സംഘടനയുടെ പൊളിറ്റിക്കൽ ആമിന്റെ വോട്ട് കോൺഗ്രസിനാണ് എന്നുള്ളതാണ് ഫാക്ട്. ഇനി 2019 ഇവർ ഇത്ര വലിയ സംഭവമാണോ എന്നുള്ളത് കൂടി നോക്കാം. 2019 10 സീറ്റിൽ SDPI ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ചതാണ്. ആ 10 സീറ്റിലും കൂടി കേരളം അത്രയൊന്നും SDPI ഉൾക്കൊള്ളാനൊന്നും തയ്യാറായിട്ടൊന്നുമില്ല. കോൺഗ്രസ് വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ K മുരളീധരൻ കരുതുന്നത് പോലെ തൃശ്ശൂരിൽ അങ്ങ് K മുരളീധരനെ ജയിപ്പിക്കാനും മാത്രം വോട്ടൊന്നും ഈ SDPIക്കില്ല. SDPIക്ക് 2019 10 സീറ്റിൽ മത്സരിച്ചപ്പോൾ ആകെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 80,111 അതായത് ടോട്ടൽ വോട്ട് ഷെയറിന്റെ, എൻറ്റയർ വോട്ട് ഷെയറിന്റെ 0.4% മാത്രമാണ് 2019 SDPIക്ക് കിട്ടിയത്. പിന്നെ കർണാടകയിലെ രാമനഗരയിലെ അമിത്ഷായുടെ റോഡ് ഷോയെക്കുറിച്ച്, ഈ വിഷയം ഉയർത്തിയതിനെക്കുറിച്ച് ഈ വിഷയം പിന്നെ പറയണ്ടേ, പറയാതെയാണോ വിടേണ്ടത്? രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ വിഷയം ഉയരുമ്പോൾ അത് പറയും. കോൺഗ്രസിനെ SDPI പിന്തുണയ്ക്കുന്നത് കർണാടകത്തിലെ ആളുകൾ, കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കർണാടകത്തിലെ ആളുകൾ എങ്ങനെ സുരക്ഷിതരായിരിക്കുമെന്ന ചോദ്യമാണ്. കാരണം ഒരു തീവ്രവാദ സംഘടനയുടെ പൊളിറ്റിക്കൽ ആമിന്റെ പിന്തുണ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പാർട്ടിക്ക് ലഭിക്കുകയാണ്. അതിനെ അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ആളുകൾ എത്രത്തോളം സുരക്ഷിതരായിരിക്കുമെന്നുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് റെലവന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ ആണ് അവിടെ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി ഉന്നയിച്ചത്. SDPIക്ക് നിരോധനമില്ല എന്ന ഒരു വാദം ഉയർത്തുന്നുണ്ടാകും. നമുക്കറിയാമല്ലോ ഈ നിരോധനം വരുമ്പോഴൊക്കെ എങ്ങനെയാണ്. ആദ്യം സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന സിമി നിരോധിച്ചപ്പോൾ അത് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന NDF ആകുന്നു. പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആകുന്നു. 2022 സെപ്റ്റംബർ 28 ആകുമ്പോൾ ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചെങ്കിലും SDPI എന്ന പൊളിറ്റിക്കൽ ആമിന് നിരോധനമില്ല. അതിലെ ഫ്രിഞ്ച് എലമെന്റ്സ് എല്ലാം ഇതിനകത്തൊക്കെ തന്നെ ഉൾപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും പോഷക സംഘടനയായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവന സംഘടനയായോ അങ്ങനെയുള്ള സംഘടനയായിട്ടൊന്നുമല്ല SDPI അടക്കമുള്ള സംഘടനകളിലേക്ക് ഈ നിരോധിച്ച സംഘടനയുടെ പൊളിറ്റിക്കൽ ആമിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നത്. പിന്നെ SDPI പിന്തുണച്ചത് എന്തിനെയാണ്? കടയെയാണ്. അങ്ങനെയല്ലേ പറയുന്നത്? കോൺഗ്രസ് തുറന്നു വെച്ച സ്നേഹക്കടയിലേക്ക് SDPI കയറി വന്ന് ഇരിക്കുകയാണ്.
പറയുകയാണ്, ഇതാ ഞങ്ങളുടെ സാധനങ്ങൾ, ഒരു ചാക്ക് നിറയെ വോട്ടുണ്ട്, സ്നേഹക്കടയിൽ ഇതുകൂടി വെച്ചോളൂ, എന്നിട്ട് നിങ്ങൾ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സ്നേഹക്കടയിൽ വെച്ച് ആ ചാക്കെടുത്ത് പുറത്തിടാൻ ഇത്രയും താമസം എന്താ? ഇത്രയും ആലോചിക്കാൻ എന്താ? കൊണ്ടുവച്ചത് വിദ്വേഷത്തിന്റെയാണ്, അല്ലെങ്കിൽ കൊണ്ടുവച്ചത് വർഗീയതയുടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ചാക്കെടുത്ത് പുറത്തിടണമായിരുന്നു. എന്തുകൊണ്ടത് ചെയ്തില്ല? അപ്പോൾ അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ആരുടെ ആയാലും വോട്ട് വേണം എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഉറപ്പാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകളാണല്ലോ. അത് ഇക്കുറി CPIഎമ്മിലേക്ക് പോകാനുള്ള എല്ലാ വഴിയും തുറന്നിട്ടിരിക്കുകയാണ്. കാരണം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ SDPIയുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ട്രഡീഷണൽ ബേസിൽ നിന്നും ഇളക്കം തട്ടുന്നു എന്ന് കോൺഗ്രസിന് അറിയാം. അതവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇത് പരമാവധി ഉപയോഗിക്കുമെന്നുള്ളത് ഒരു സംശയമില്ല. ഇതിൽ ബാക്ക് ഫയർ ചെയ്ത് വോട്ട് വരാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് കൂടി പറയാം. ബാക്ക് ഫയർ ചെയ്യുമ്പോൾ അതിൽ ഇളക്കം ഉണ്ടാകാൻ പോകുന്നത് ക്രിസ്ത്യൻ വോട്ട്സിലാണ്. അതായത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ഒരു ആഖ്യാനം വളരെ നന്നായി തന്നെ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞത് കൃത്യമാണ്. അത് BJP ഒന്നുമല്ല, CPM ആണ് കേരളത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ വോട്ട് വിഹിതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോവുകയാണ്. പിന്നെ CPMനെ കുറിച്ച് കൂടി പറയണം. കാരണം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ 32 അംഗങ്ങളുള്ള മുനിസിപ്പാലിറ്റിയിൽ 3 അംഗങ്ങളുണ്ട് SDPIക്ക്. അതിൽ കോൺഗ്രസ് വിമതയായ ആമിന ഹൈദരാലി ജയിച്ചത് SDPI പിന്തുണയോടെയാണ് എന്ന് അവർ തന്നെ അഭിപ്രായപ്പെടുന്നതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ CPIM ആണ് ഭരിക്കുന്നത്. അന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് SDPI ആണ്. അപ്പോൾ രണ്ടുപേരും CPIഎമ്മിനും കോൺഗ്രസിനും മാറി മാറി SDPIയുടെ ആ ഫ്രിഞ്ച് എലമെന്റിന്റെ വോട്ട് വേണം, പിന്തുണ വേണം. അങ്ങനെ തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂമറിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഡിജിറ്റ്സ് ആണല്ലോ പ്രധാനം. അത്രയും വോട്ട് കിട്ടാൻ വേണ്ടി ആരുടെ വോട്ടും ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ആന്റി നാഷണൽ ആയാലും ഒരു കുഴപ്പവുമില്ല എന്ന ഒരു സ്റ്റാൻഡാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. റെഡി ഫോർ കോംപ്രമൈസ്. ജയിക്കാൻ വേണ്ടി എന്ത് കോംപ്രമൈസിനും കോൺഗ്രസ് തയ്യാറാണ്. അപ്പോൾ ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന് പറഞ്ഞ് SDPI വോട്ട് വാങ്ങിക്കുന്ന കോൺഗ്രസിനെ തള്ളണോ കൊള്ളണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കൂടി തീരുമാനിക്കണം. അമിത്ഷാ കർണാടകയിലാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ കേരളത്തിലെ ആളുകളും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നത് നന്നായി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. SDPI വോട്ട് തള്ളണോ എന്ന വിഷയത്തിൽ എൻ്റെ അഭിപ്രായം അങ്ങേയറ്റം വിഷലിപ്തമായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രദർശിപ്പിക്കാൻ പോകുന്നതിൻ്റെ തീയതി ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ CPMന്റെ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങേയറ്റം മുസ്ലിം എന്നാൽ തീവ്രം എന്ന് കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയയിൽ കാര്യമായ സ്വാധീനമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വലിയ തോതിൽ വിവാദമാക്കുന്നതിൽ BJPക്കൊപ്പം ഇവിടെ CPM എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ദൗർഭാഗ്യകരമായ കാര്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2019 നേരത്തെ സുജിയ കണക്കുകളൊക്കെ പറഞ്ഞു. SDPI 10 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. 2014 എല്ലാ മണ്ഡലങ്ങളും നിർത്തിയിരുന്നു. പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിൽ മാത്രം 1% വോട്ട് കിട്ടി. അതിനപ്പുറം വലിയ രൂപത്തിൽ വോട്ട് നൽകുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. പക്ഷേ അത് ആ രൂപത്തിൽ ചർച്ച ചെയ്യാൻ ഇവിടെ BJP ആഗ്രഹിക്കുമ്പോൾ അതേ രൂപത്തിൽ തന്നെ CPM അത് ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് ഞാൻ കരുതുന്നു. SDPയുമായി കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഒരു ധാരണയിലേക്ക് പോകുന്നെങ്കിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ആ രൂപത്തിലാണ് പോയിരുന്നെങ്കിൽ കോൺഗ്രസിനെയും UDFനെയും ആ രൂപത്തിൽ വിമർശിക്കാമായിരുന്നു. നിങ്ങളൊരു ധാരണയുണ്ടാക്കി, ആ ധാരണയുടെ പുറത്ത് നിങ്ങൾക്കിത് അവർ പിന്തുണ നൽകുന്നു, നേരത്തെ പറഞ്ഞ ആ തീവ്ര നിലപാടുള്ള സംഘടന പിന്തുണ നൽകുന്നു എന്നാണെങ്കിൽ ആ രൂപത്തിൽ ചർച്ച ചെയ്യാമായിരുന്നു. ഇത് അങ്ങനെയല്ല. ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനം എന്തുകൊണ്ട് ജാതി സെൻസസ് എടുക്കുന്നു എന്നുള്ളൊരു നിലപാട് UDF എടുക്കുന്നത് കൊണ്ട് ആ പാർട്ടിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്ന് നിരുപാധിക പിന്തുണ എന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. അപ്പോൾ അതിനുശേഷം VD സതീശന് മൈക്ക് വയ്ക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. അദ്ദേഹം പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഒന്ന് അന്തിച്ചു. അതിനുശേഷം പറഞ്ഞു, ഞങ്ങൾ ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞു പോയി. ആ വാചകം അന്ന് അവിടെ നടത്തുന്നുണ്ട്. ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പിന്തുണ വേണ്ടതില്ല അല്ലെങ്കിൽ ആ വോട്ട് വേണ്ടതില്ല എന്ന് ആരും തന്നെ പറയുന്നില്ല. രമേശ് ചെന്നിത്തലയായാലും K സുധാകരനായാലും ഇന്നിപ്പോൾ പ്രേമചന്ദ്രനായാലും പറഞ്ഞിട്ടത് വോട്ടാണെങ്കിൽ ആ വോട്ട് കിട്ടുന്നത് വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. ആ വോട്ട് തീവ്ര വോട്ട് എന്ന നിലയ്ക്കല്ല കാണേണ്ടത്. അവർ നിരുപാധികം നൽകുന്ന വോട്ടാണ്. ആ വോട്ടിനെ തള്ളേണ്ട കാര്യമില്ല. അങ്ങോട്ട് പിന്തുണ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോഴാണ് അതിൽ ഗുരുതര സ്വഭാവം വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഇപ്പോൾ അതുമാത്രമല്ല, മുസ്ലിം എന്ന് വെച്ചാൽ തീവ്രം എന്നുള്ള ഒരു നിലപാടിലേക്ക് BJP അതിശക്തമായി എത്തുകയും അത്തരം പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ ഈ വയനാട്ടിൽ വന്നുകൊണ്ട് ഇന്നിപ്പോൾ സ്മൃതി ഇറാനിയും പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞിരിക്കുന്നത് എവിടെ, ലീഗിൻ്റെ കൊടി എവിടെ എന്ന് ചോദിക്കുന്നു. ഇതേ ചോദ്യം പിണറായി വിജയൻ 2 ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ലീഗിൻ്റെ കൊടി, എവിടെ കോൺഗ്രസിൻ്റെ കൊടി, എവിടെ? ആ കൊടി പുറത്ത് കാണിക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ആ കൊടിയുമായി പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം ഈ രാഷ്ട്രീയം അത്രത്തോളം വിഷലിപ്തമായിരിക്കുന്നു രാജ്യത്ത് എന്ന തിരിച്ചറിവുണ്ടാവുമെങ്കിൽ CPM ഒരിക്കലും അത് പരിഹസിക്കുന്ന രൂപത്തിൽ പറയുമായിരുന്നില്ല. ആ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാത്ത പാർട്ടിയല്ല CPM. തീവ്രമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ
മുസ്ലിം ന്യൂനപക്ഷം എങ്ങനെയൊക്കെ ആക്രമിക്കപ്പെടുന്നു എന്നതിൽ ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി തന്നെയാണ് CPM. പക്ഷേ ഈ വിഷയം അതേ രൂപത്തിൽ BJPയുടെ അതേ ചോദ്യങ്ങളായി ഈ രണ്ട് ചോദ്യങ്ങളും CPM മുന്നോട്ട് വയ്ക്കുമ്പോൾ ആത്യന്തികമായി ഇവരുടെ ദേശീയ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താണ്, അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിലെ ആകുലതകൾ എന്താണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ SDP-യും പോപ്പുലർ ഫ്രണ്ടിനും മുന്നേ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇതിനു മുമ്പ് LDF-ന് തന്നെയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നുള്ള ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ LDF-നെയാണ് പിന്തുണച്ചതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കപ്പെടാവുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല നമ്മുടെ മുന്നിലുള്ളത്. ഇന്നിപ്പോൾ ഈ ചർച്ച ഇന്ന് 8 മണിക്ക് ഞാൻ ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. CPM പ്രതിനിധി പറയുന്നു അതാത് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചില രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ടി വരും. എപ്പോൾ PDP-യുമായി ബന്ധമുണ്ടാക്കിയ കാലത്തെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അന്ന് ആ ബന്ധം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ തന്നെ CPM-നകത്ത് തന്നെ വിമർശനം വരുന്നതാണ്. VS-നെ പോലുള്ളവർ എതിർത്തിരുന്നതാണ്. അന്ന് PDP-യുടെ പിന്തുണ നേടുകയും PDP പറയുന്ന സ്ഥാനാർത്ഥി നിർത്തുകയൊക്കെ ചെയ്തു. അത് രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്തില്ല എന്നുള്ളൊരു സാഹചര്യം നിൽക്കുന്നു. അന്നും അതിനൊരു തീവ്ര രാഷ്ട്രീയ സംഘടനയായിട്ടാണല്ലോ കണ്ടിരുന്നത്. അപ്പോൾ അത് എങ്ങനെ വിശദീകരിക്കുമെന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നില്ലേ? SDPയെ അത്ര വലുതൊന്നുമല്ല, അത്ര വലുതല്ലാത്തൊരു പാർട്ടിയെ അത്ര വലുതാക്കി അവതരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഈ രൂപത്തിൽ പ്രചാരണം നടത്തുന്നത് ആരെ സഹായിക്കുമെന്നുള്ളത് ആത്യന്തികമായ ചോദ്യം CPM-ആണ് നേരിടുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ പിന്തുണ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ, തീർച്ചയായും ഞാനത് ആവർത്തിക്കുകയാണ്, അങ്ങോട്ട് ചെന്ന് ചോദിച്ച ഒരു ധാരണ പ്രകാരമാണെങ്കിൽ അത് ഗുരുതരമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് തെറ്റായ കാര്യമായിരിക്കും. ഇത് ഇങ്ങോട്ട് തരുന്ന ഒരു പിന്തുണ വോട്ട് വേണ്ട എന്ന് പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾക്ക് മുന്നിലില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. CPM-ഉം ഈ കാര്യത്തിൽ SDP-യെ തൊടാൻ പാടില്ല, അയിത്തം എന്നൊരു നിലപാടെടുക്കുന്നവരല്ല. SDP-യുടെ വിരുന്നിനൊക്കെ പോയതിൻ്റെ ചിത്രങ്ങളടക്കം വരുന്നുണ്ട്. പഴയ ചിത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ഇരു മുന്നണികളുമായും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ചർച്ചയിൽ എന്താകും എന്നൊരു തീരുമാനം ഞങ്ങൾ കുറച്ചു കഴിഞ്ഞേ എടുക്കുകയുള്ളൂ എന്നൊക്കെ SDP ഇടയ്ക്കിടയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെയാണ് എടുത്ത തീരുമാനം പറഞ്ഞത്. ഈ ചർച്ച എപ്പോൾ നടത്തിയെന്നറിയില്ല. ചർച്ച നടത്തിയതായി ഇവർ പറയുന്നില്ല, ധാരണ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കോൺഗ്രസ് പറയുന്നു. പക്ഷേ വിരുന്നിന് പോയ ചിത്രം CPM-ന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയും മറ്റ് CPM നേതാക്കളും പോയ ചിത്രം, കോഴിക്കോട് നിന്നുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെ തൊട്ടുകൂടായ്മയും അയിത്തമൊന്നും ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും. ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടായി, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും, ഈ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാം എന്ന രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അപ്പുറത്ത് ദേശീയ രാഷ്ട്രീയ ആകുലത എന്ത് എന്നുള്ള ചോദ്യം CPM നേരിടേണ്ടി വരുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഇഫ്താറിന് പോകുന്നതാണ് സ്മൃതി ഉദ്ദേശിക്കുന്നത്. അതെ, ഇഫ്താറിന്റെ പടമാണ്. ഇഫ്താർ സ്വാഭാവികമായും ഏത് രാഷ്ട്രീയ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി വിളിച്ചാൽ പോലും CPM-ഉം എല്ലാവരും പോകാറുണ്ട്. അതൊന്നും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. അത് മതപരമായി നമ്മളെ ഒരാൾ അവരുടേതായിട്ടുള്ള മതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോൾ പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ രാഷ്ട്രീയം കാണരുത് എന്ന് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് അടക്കം പറഞ്ഞിട്ടുണ്ട്. SDP-യുടെ ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണ് SDP-യേക്കാളും അപകടകാരിയായി കാണേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയാണ് മതരാഷ്ട്രവാദം പരസ്യമായി ഉന്നയിക്കുന്നത്. RSS പോലും മതരാഷ്ട്രവാദം പരസ്യമായി ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് വളരെ കാലം മുമ്പുള്ള ലിറ്ററേച്ചർ നമ്മൾ തപ്പിയെടുക്കേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമിയുടെ കാലത്ത് അത്രയും പഴക്കത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഞാൻ അതല്ല പറയുന്നത്. നോക്കൂ, ഇവിടെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. എന്തുകൊണ്ടാണ് ഈ അർണബ് ഗോസ്വാമിമാരുടെ നെറേറ്റീവ് കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ 2014 പോവുക. ഇത് ഈ തരത്തിലെ ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഫാഷിസ്റ്റ് സ്വഭാവമുള്ള സംഘടനകളുടെ ഒരു രീതിയാണ്. ഇപ്പോൾ 2014 നോക്കുക. അന്നും ഈ നേഷൻ വോണ്ട്സ് ടു നോ എന്ന് പറഞ്ഞ തട്ടഹസിച്ചിരുന്നു അർണബ് ഗോസ്വാമി. ടൈംസ് നൗ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലിൽ ഇരുന്നുണ്ട്. അന്ന് അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫായിരുന്ന അർണബ് ഗോസ്വാമി പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പുതിയ ചാനൽ ഉണ്ടാക്കുകയും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിനേക്കാൾ കൂടുതൽ മൂലധനമുള്ള സ്ഥാപനമായി ഈ റിപ്പബ്ലിക് മാറുകയും ചെയ്തു. അന്ന് ഈ സമരത്തിൻ്റെ മുന്നണിയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ നോക്കുക, നമ്മളെ അടക്കം കബളിപ്പിച്ചവരാണ് ഇവർ. അത് അന്ന് തൊപ്പിയിട്ട് സമരം ചെയ്തിരുന്നവർ അന്ന് അരവിന്ദ് കെജ്രിവാൾ തൊട്ടടുത്തിരുന്ന അണ്ണാ ഹസാരെ ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരെ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അന്ന് CAG-യുടെ തലവനായിരുന്നയാൾ ഭരണഘടനാപരമായി അദ്ദേഹത്തിന് സർക്കാർ തലത്ത് ഏതെങ്കിലും ഒരു പദവി വഹിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് BCCI-യുടെ തലപ്പത്തിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് മാധ്യമപ്രവർത്തകരിൽ ഈ പറയുന്ന നേഷൻ വോണ്ട്സ് ടു നോ എന്ന മുദ്രാവാക്യം ഉയർത്തിയിരുന്നവർ ഇന്ന് പുതിയ ചാനലുണ്ടാക്കി ഹിന്ദുസ്ഥാൻ ടൈംസിനേക്കാൾ വലിയ ആസ്തി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 2014 മുതൽ 2024 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ കോർപ്പറേറ്റ് ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് BJP ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൂലധനം ഉണ്ടല്ലോ. ഈ മൂലധനത്തിൻ്റെ ബാക്കി പത്രമാണ് അവരുണ്ടാക്കുന്ന ഈ പറയുന്ന ഫോൾസ് നെറേറ്റീവുകൾ. ഈ ഫോൾസ് നെറേറ്റീവുകൾക്ക് ബദലായി നിങ്ങൾക്ക് ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ കഴിയില്ല.
ബദലായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാക്കാനേ കഴിയൂ. ആ രാഷ്ട്രീയം ഉണ്ടാക്കാൻ കോൺഗ്രസ് എവിടെ ശ്രമിച്ചു? ഞാൻ അതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. 2014 മുതൽ 2024 വരെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഒരു സമരം ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ വിശ്വസിപ്പിക്കാവുന്ന വിധത്തിൽ, നിങ്ങളെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ സമീപകാലത്ത് ഉയർന്നു വരുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദിയെ പോലും മുട്ടുകുത്തിക്കാൻ കഴിയുമെന്ന് കർഷക സമരം തെളിയിച്ചല്ലോ. അവിടെ കോൺഗ്രസിൻ്റെയൊക്കെ റോൾ എവിടെയാണ്? ഇപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ എവിടെയാണ്, ഇന്ത്യയിലെ ഇടതുപക്ഷം എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷവും തൊഴിലാളികൾക്കിടയിലും കർഷകർക്കിടയിലും ഉണ്ട് എന്നല്ലേ കർഷക സമരം തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ഒരു ബദൽ രാഷ്ട്രീയം ഉണ്ടാക്കാൻ കഴിയാത്ത പരാജയം യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ടായി എന്ന് പറയുന്നത് എന്നെപ്പോലും ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ ഒരു ജനാധിപത്യത്തെ, നമ്മുടെ ഒരു മതേതരത്വത്തെ ബാധിക്കുന്ന വിഷയമാണ്. അവിടെയാണ് ഈ പറയുന്ന ഫോൾസ് നെറേറ്റീവ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ആ ഫോൾസ് നെറേറ്റീവിനെ കുറിച്ച് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ നാളെ ഇമ്മീഡിയറ്റ് ആയി ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ലായിരിക്കും. നമ്മളൊരു മതേതരമായ നിലപാടെടുത്താൽ ആർജവത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാൽ ചിലപ്പോൾ നാളെ റിസൾട്ട് ഉണ്ടാവില്ല, പക്ഷെ ഭാവിയിൽ അതുണ്ടാകും. ആ ഭാവിക്ക് വേണ്ടി യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിഷയം. മതേതരമായ ഒരു സംസ്ഥാനത്ത് മതാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ഒരു സംഘടന പോലും മതേതര സ്വഭാവം നിലനിർത്തുന്നു എന്ന് ലീഗിനെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ അവസരമാണ് കോൺഗ്രസ് നഷ്ടപ്പെടുന്നത്. ശരിയായിരുന്നു പറഞ്ഞോളൂ. ഒരു പോയിന്റ്, അതായത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിനകത്ത് വീഴ്ച വരുത്തി എന്ന് പറയുന്നത്? ഇപ്പോൾ നോക്കൂ, ഡിണ്ടിഗലിൽ CPM സ്ഥാനാർത്ഥിയായ അഥവാ ഇന്ത്യ മുന്നണി പിന്തുണയ്ക്കുന്ന, രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്ന R സച്ചിദാനന്ദം എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെതിരെ മുഹമ്മദ് മുബാറക് എന്ന കാൻഡിഡേറ്റിനെ നിർത്തിയ പാർട്ടിയാണ് SDPI. ആ SDPI കേരളത്തിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ, വേണ്ട 10 മിനിറ്റിനുള്ളിൽ തന്നെ കോൺഗ്രസിന് പറയാം തമിഴ്നാട്ടിൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടാണ്. അങ്ങനൊരു മുന്നണിയുമായി ഞങ്ങൾ സഖ്യം ചേരാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരു പാർട്ടിയാണ് SDPI എന്നത് വിട്ടാൽ പോലും എന്തുകൊണ്ടാണ് അങ്ങനൊരു നിലപാട് കോൺഗ്രസിന് എടുക്കാൻ സാധിക്കാതെ പോയത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ അത്ര ചെറുതായി SDPI കാണാനും പാടില്ല. ഇന്ന് പ്രേമേന്ദ്രൻ എന്താണ് ഒരു സംശയം പ്രകടിപ്പിച്ചത്? കൊല്ലത്തെ ഡിവിഷൻ, കോർപ്പറേഷനിലെ ഡിവിഷൻ SDPIയുടെ കയ്യിലാണ്. മൊത്തമുള്ള സംസ്ഥാനത്തെ 80 പഞ്ചായത്തുകളിലെ 80 വാർഡുകൾ, മുനിസിപ്പാലിറ്റിയിലെ 20 ഡിവിഷനുകൾ ഉള്ളത് SDPIയുടെ കയ്യിലാണ്. അതായത് മൊത്തം നമ്മൾ എടുത്തു നോക്കിയാൽ പോലും ഒരു 2 ലക്ഷം വരും. നേരത്തെ സുജയ പറഞ്ഞല്ലോ പത്തനംതിട്ടയിലെ കാര്യം. ഈ ദക്ഷിണ കന്നഡയിൽ T ഇസ്മയിൽ എന്ന് പറയുന്ന തലപ്പാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്തുണച്ചത് BJP ആണ്. അയാൾ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ പിന്തുണ കൊടുത്തത് SDPI ആണ് എന്ന കാര്യം കൂടി മറക്കണ്ട. തരാതരം പോലെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും വെൽഫെയർ പാർട്ടിയുമായി CPM-ഉം SDPI-യുമായി കോൺഗ്രസും BJP-യും ഒക്കെ പല ഘട്ടങ്ങളിൽ കൂട്ടുകൂടിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം വിശാലമായ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ വലിയ തെറ്റായ വിളിച്ചു പറയാതെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അംഗത്തെയും തരം താഴ്ത്തി നടപടി ഉണ്ടായി. ആ പിന്തുണ സ്വീകരിച്ചാൽ നടപടി ഉണ്ടായി. മാത്രമല്ല സ്മൃതി എന്താ പ്രശ്നം? സ്മൃതി, ഇതൊരു പ്രഖ്യാപനം. ഇപ്പോൾ വെൽഫെയർ പാർട്ടി നമ്മൾ കണ്ടതല്ലേ, വെൽഫെയർ പാർട്ടിയുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളത് CPM എടുത്തിരിക്കുന്ന ഒരു ഔദ്യോഗിക നിലപാടാണ്. ആ നിലപാടിന് ശേഷമാണല്ലോ പിന്നീട് വെൽഫെയർ പാർട്ടിയും ജമാഅത്തെയും CPM-നെതിരെ ശക്തമായ നിലപാടുമായി വരുന്നത്. SDPയുമായും ഇതേ നിലപാട് CPM പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സമാനമായ രീതിയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പോകുന്നത്? ആ കോൺഗ്രസിന് കഴിയാതെ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഡിണ്ടിഗലിൽ ഇന്ത്യ മുന്നണിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയ പാർട്ടിയുമായി കേരളത്തിൽ ബന്ധം വേണ്ട എന്ന് പറയാൻ എന്താണ് രാഷ്ട്രീയമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്? അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആത്മവിശ്വാസക്കുറവുള്ള ഒരു മുന്നണിയായി UDF മാറുന്നതിന്റെ ലക്ഷണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സ്മൃതി, ശരി, ഒരു കാര്യം, അതായത് നമ്മൾ ഈ പിന്തുണയും സഖ്യവും മാറിപ്പോകരുത്. കാരണം വെച്ചാൽ SDPI വന്നിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് കോൺഗ്രസിന്. കോൺഗ്രസ് ഒരിക്കലും SDPI ഒരു സഖ്യധാരണയും ഏർപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അത് തന്നെ അവരുടെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഒരു പാർട്ടി വന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി ഒരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിസ്സഹായരായി നോക്കിയിരിക്കാനേ ആദ്യഘട്ടത്തിൽ ആർക്കാണെങ്കിലും കഴിയുള്ളൂ. ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു വിഭാഗം വന്ന് പിന്തുണ പ്രഖ്യാപിച്ചാലും അതിനെ ആദ്യം കയ്യും കെട്ട് നോക്കിക്കാനേ കഴിയുള്ളൂ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ശ്വാസം എടുക്കുന്ന സമയം പോലും എടുക്കാതെ
അക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കണമായിരുന്നു SDPI, ക്ഷമിക്കണം കോൺഗ്രസ്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ്. 48 മണിക്കൂറല്ല 72 മണിക്കൂർ എടുത്തു ഒരു നിലപാട് ശക്തിയുക്തം പറയാനായിട്ട്. ആ നിലപാട് തന്നെ അവരുടെ പല സ്ഥാനാർത്ഥികൾക്കും കൺവിൻസിങ്ങുമായിട്ടില്ല. ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, SDPI നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 100ഓളം സിവിക് ബോഡീസിലൊക്കെ ഏതാണ്ട് 100 സീറ്റുകളോളം ഉള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് അവിടെ SDPI എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സംഘടനയെ PFI നിരോധിക്കുമ്പോൾ രാജീവ് കുമാറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നുകൊണ്ട്, ഇന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രാജീവ് കുമാറാണ് PFIയെ പിന്നെ ഇത് ചെയ്യുന്നത്, നിരോധിക്കുന്നത്. ആ നിരോധിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. UAPAയുടെ 16, 17, 18 ആക്ട് പ്രകാരം PFIയെ നിരോധിക്കുന്നു. എന്നാൽ SDPIയെ നിരോധിക്കാൻ കഴിയില്ല. കാരണം ദർ ഇസ് നോ ഡയറക്റ്റ് ലിങ്ക് ബിറ്റ്വീൻ PFI ആൻഡ് SDPI. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ വിവിധ സ്ഥലങ്ങളിൽ സിവിക് ബോഡീസിൽ അവർക്ക് പ്രാതിനിധ്യമുണ്ട്, അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാം, ഒരു പ്രശ്നവുമില്ല. ആ ആശയത്തെയാണ് നമ്മൾ എതിർക്കുകയും വിയോജിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ടി വന്ന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് കോൺഗ്രസുമായിട്ടുള്ളൊരു സഖ്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ ഉണ്ടാക്കരുതാണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നികേഷ് പറഞ്ഞൊരു കാര്യത്തിൽ കൂടി, ഇപ്പം നമ്മൾ ഒരു പ്രത്യേക നമ്മുടെ ആർജവത്തോടു കൂടി അഭിപ്രായങ്ങൾ നമ്മുടെ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കണമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നാളെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണം എന്നുമില്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ മണിപ്പൂർ നിന്ന് കത്തിയത് ഒരൊറ്റ ഫോട്ടോഗ്രാഫിൻ്റെ മേളിലാണ്. ഫേക്ക് വീഡിയോ ആണ്, ഒരൊറ്റ ഫേക്ക് വീഡിയോ ആണ്. അത് ഈ പറയുന്ന മെയ്തൈ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ചുരാചന്ദ്പൂരിൽ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നു. ആ വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ 2ാം ദിവസമാണ് കുക്കി വനിതകളായിട്ടുള്ള 2 സ്ത്രീകളെ നഗ്നമായി പരേഡ് ചെയ്തുകൊണ്ട് ബലാത്സംഗം. പിന്നെ അവിടുന്ന് മണിപ്പൂർ നിന്ന് കത്തുന്നതാണ് നമ്മൾ കണ്ടത്. 160ഓളം ജീവനുകൾ പോയി. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ മിസ്ഇൻഫർമേഷനാണ്. അർണബ് ഗോസ്വാമി വന്നിട്ടൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നിടത്തല്ല പ്രശ്നം. ഞാൻ പറയുന്നത് ഈ പറയുന്ന മുസ്ലിം പതാകയും കോൺഗ്രസിൻ്റെ പതാകയും വെച്ച് BJP പ്രചരിപ്പിക്കാൻ പോകുന്നൊരാശയം എന്ന് പറയുന്നത് അതിഭീകരമായി ഉത്തരേന്ത്യയിൽ വർക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, നമ്മുടെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു BJPയെ പോലൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാൽ തന്നെയും അതിനെ നിയന്ത്രിക്കാൻ പാകത്തിൽ അതിശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ്. 2029 സംബന്ധിച്ച് നമ്മളെല്ലാവരും ആകുലപ്പെടുന്നതും ആകാംക്ഷപ്പെടുന്നതും ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമോ, ഈ രാജ്യത്ത് നമ്മൾ ഉയർത്തിപ്പിടിച്ച ഭരണഘടന നിലനിൽക്കുമോ, ഇത്തരത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളുള്ളൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ 2024 കാണുന്നത്. അവിടെ ബുദ്ധിപൂർവമായ തന്ത്രപൂർവമായ നിലപാടെടുക്കാൻ എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളും അതിന് തയ്യാറാകണം. അത്തരത്തിൽ ബുദ്ധിപരവും തന്ത്രപരവുമായ നിലപാടെടുത്തുകൊണ്ടേ ഈ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം നമ്മുടെ രാജ്യം വലിയ അപകടത്തിലേക്ക് അടുത്ത 2-3 വർഷം കൊണ്ട് പോകും. 2019 വർക്ക് ചെയ്തിട്ടുണ്ട്. മാഡം, അങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണല്ലോ SDPIയുടെ പൂർണ്ണരൂപം. അതിനകത്ത് ഡെമോക്രാറ്റിക് ഉണ്ട് ഉണ്ണി സാറേ. അപ്പോൾ SDPIയുടെ പിന്തുണ കോൺഗ്രസ് വാങ്ങി വേണം മത്സരിക്കാൻ. ഞാൻ സമ്മതിക്കാം. ഒരു മിനിറ്റ്. ഇത് വളരെ തെറ്റായൊരു ആശയം നമ്മൾ പറയരുത്. കാരണം വെച്ചാൽ ഒന്ന്, SDPI ഏതെങ്കിലും നിലവാരത്തിൽ നിരോധിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല BJPയുടെ ഗവൺമെന്റ്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കുന്ന രാജീവ് കുമാർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ് PFIയെ ഞങ്ങൾ നിരോധിക്കുന്നു. എന്തുകൊണ്ട്? UAPയുടെ 16, 17, 18 ആക്ട് പ്രകാരം ഇതിനെ നിരോധിച്ചിരിക്കുന്നു. എന്നാൽ SDPIയെ നിരോധിക്കാൻ കഴിയില്ല. ബിക്കോസ് there is no direct link between PFI and SDPI. ഞാൻ പറയട്ടെ, ഈ ഇലക്ഷൻ കമ്മീഷൻ താഴെയല്ലെന്ന് ഈ SDPI മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ സംസ്ഥാനങ്ങളിലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ SDPIയുടെ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ ആശയത്തെയും ഞാൻ എതിർക്കുന്ന ആളാണ്. SDPIയുടെ രാഷ്ട്രീയ ആശയത്തെയും എതിർക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ SDPI എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നമുക്ക് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയല്ല. അവർക്ക് ജനപ്രതിനിധികളുണ്ട്, അവർ രാഷ്ട്രീയ മത്സരം നടത്തുന്ന സംഘടനയുണ്ട്. അവർ നിരോധിക്കപ്പെടേണ്ടതെന്നുള്ളത് നിരോധിക്കപ്പെട്ട ശേഷം പറയുന്ന കാര്യം പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ RSSനെ നിരോധിക്കണമെന്ന് എനിക്ക് ഇവിടെ ആവശ്യപ്പെടാം. പറയട്ടെ, അല്ലെങ്കിൽ BSPയെ നിരോധിക്കണമെന്ന് എനിക്ക് ആവശ്യപ്പെടാം. പ്രശ്നം എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നത്. അങ്ങനെ അവിടെയാണ് തെറ്റ്. അതായത് സുജയ ഇതിനകത്ത് കരുതിക്കൂട്ടി ഒരു ഇത് പറയരുത്. കാരണം വെച്ചാൽ
ഇത്രയും നല്ല സംഘടനയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ. ഞാൻ പറയുന്ന കാര്യം എന്താ, SDPയുടെ ആശയവുമായി തെരഞ്ഞെടുപ്പ് നമുക്ക് കമ്മീഷൻ എതിർപ്പുണ്ട്. നിരോധിച്ചിട്ടില്ല. SDPIയുടെ ആശയവുമായി തെരഞ്ഞെടുപ്പ് നമുക്ക് കമ്മീഷൻ എതിർപ്പുണ്ട്. പക്ഷേ ഈ നിരോധിച്ചിട്ടില്ല. സ്വതന്ത്ര 102 പാർലമെന്ററി civic സംവിധാനത്തിൽ bodies ൽ presence. മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കോൺഗ്രസ് പാർട്ടിയാണ് പോലെയുള്ള ഒരു പാർട്ടിയാണ് SDPI. ആണെങ്കിൽ അവർ സഖ്യമാവട്ടെ. രാത്രിയിൽ ഏതെങ്കിലും മറയത്ത് നിന്ന് വിളിച്ചു പറഞ്ഞതല്ല പിന്തുണ. ഇവിടെ ഒരു പ്രസ് ക്ലബിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തിയാണ് പറഞ്ഞത്. അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനെ സഖ്യം ആയിട്ട് ചിത്രീകരിക്കുകയും പിന്തുണ എന്നുള്ള വാക്ക് മാറ്റി ഇതാ കോൺഗ്രസും SDPയുമായി സഖ്യമായിരിക്കുന്നു എന്നുള്ള നറേറ്റീവ് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. അത് ചെക്ക് ആയിക്കോട്ടെ, സമയമായിക്കോട്ടെ. നോക്കൂ, ഒറ്റക്കാര്യം, ഈ പത്തനംതിട്ടയിൽ CPM SDPയുടെ പിന്തുണയോടുകൂടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ആഖ്യാനം സ്മൃതി പരുത്തിക്കാട് തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ചമയ്ക്കരുത്. അങ്ങനെ ഇല്ല, അങ്ങനെ പറയല്ലേ. നോക്ക്, ഇന്നത്തെ സാഹചര്യത്തിൽ BJPയോ അല്ലെങ്കിൽ SDPIയോ ഒരു അവിശ്വാസ പ്രമേയത്തിൽ പിന്തുണയുണ്ടെങ്കിൽ തന്നെ, അതായത് UDFന്റെ ഒരു ഭരണസമിതിയെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാൻ കൂട്ടുനിന്നാൽ പോലും ആ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് പിൻവലിയുന്ന പാർട്ടിയാണ് ഇന്ന് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അസാധ്യമാണ് ഇപ്പോൾ എന്നുള്ളതാണ്. അവിടെയാണ് SDPI ഒരു രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ആ രാഷ്ട്രീയ പിന്തുണ തൊട്ട് തലേ ദിവസം തമിഴ്നാട്ടിൽ അണ്ണാഡിഎംകെക്കാണ് സ്ഥാനവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനവും CPM SDPIക്ക് നൽകിയിട്ടില്ല എന്നാണോ സ്മൃതി? അത് ഏതോ കാലഘട്ടത്തിൽ ആ കൺഫ്യൂഷൻ ഉണ്ടാവുകയും ആ കൺഫ്യൂഷനിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. അങ്ങനെയാണ് അതിനേക്കാൾ ഉദാത്തമായി ഇപ്പൊ സ്മൃതി വായിക്കുന്നത് ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഉദാത്തമായിട്ട് ഒരു പാർട്ടിക്ക് നിലപാട് പ്രഖ്യാപിക്കാനാണ്. ഏതോ കാലഘട്ടത്തിലുള്ള ഞാൻ പറയട്ടെ, രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ന്യൂനപക്ഷത്തിനെതിരെ കൃത്യമായി മുസ്ലിം എന്ന് ചേർത്ത് അതിനെ തീവ്രം എന്ന രൂപത്തിലാക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അവിടെ BJPയുടെ അജണ്ട ഏറ്റുപിടിച്ചുകൊണ്ട് അതേ വാദങ്ങൾ ഇവിടെ CPM ഉയർത്തുന്നത് ദൗർഭാഗ്യകരമാണ്. ലീഗിനെതിരെയും ഇപ്പോൾ SDPയുമായി ബന്ധപ്പെട്ടും BJP പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ പിണറായി വിജയൻ കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SDPയുടെ ബന്ധം പറയുന്നു. ലീഗിന്റെ കൊടി പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ലീഗിന്റെ കൊടി പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, പരിഹസിക്കുകയല്ല വേണ്ടത്. രാഷ്ട്രീയ സാഹചര്യം സ്മൃതി പരുത്തിക്കാട് ഇന്നലെ പറയുന്നു. ഞാൻ പൂർത്തിയാക്കട്ടെ. ലീഗിന്റെ കൊടി ഇവിടെ പുറത്ത് കാണിച്ചുകൊണ്ട് പ്രചാരണത്തിൽ പോകാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനും ലീഗിനും ഉണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരം എന്ന് പറയുകയാണ് CPM ചെയ്യേണ്ടത്. CPMന് ദേശീയ രാഷ്ട്രീയ സാഹചര്യം അറിയാം. 2019 അത് ഫലപ്രദമായി BJPക്ക് ഫലപ്രദമായി BJP അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നേ. 2019 രണ്ടാം ഘട്ടത്തിൽ രാഹുൽ വരുമ്പോൾ എന്തുകൊണ്ട് ലീഗിന്റെ കൊടി ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? അത് അവിടെ ആ രൂപത്തിൽ പ്രചരിച്ചുകൊണ്ടാണ്. സ്മൃതി ഇന്നലെ പറയുന്ന പൊളിറ്റിക്സ്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ CPI സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണമായിരുന്നു എന്നാണ്. ഞാൻ അപ്പോൾ പറഞ്ഞു 4 സീറ്റിലാണ് ആകെ CPI മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി എപ്രാളപ്പെടല്ലേ? രാഹുൽ ഗാന്ധി പ്രവർത്തക സമിതി അംഗമാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. പ്രവർത്തക സമിതി അംഗമാണ് ഈ ശശി തരൂർ, ആ സീറ്റ് CPI ഒഴിഞ്ഞു കൊടുക്കുക. പന്നിൻ രവീന്ദ്രൻ ഒഴിഞ്ഞു കൊടുക്കുക. പ്രവർത്തക സമിതി അംഗമാണ് കൊടിക്കുന്നിൽ സുരേഷ്, ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു സീറ്റ് ബാക്കിയുണ്ട്, മുരളീധരൻ, നേരത്തെ പ്രചാരണ സമിതി അധ്യക്ഷനാണ്. അത്രയും വലിയൊരു നേതാവ് വരുമ്പോൾ ആ സീറ്റും CPI ഒഴിഞ്ഞു കൊടുക്കുക. CPI ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് സ്മൃതിയുടെ ആ പൊളിറ്റിക്സ്. ശരി, അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ അങ്ങനെ അതിവായന നടത്തല്ല, അതാണ് സ്മൃതിയൊക്കെ രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ ശക്തമായി വാദമുയർത്തുന്ന നേതാവാണെന്ന കാര്യം BJPക്കെതിരെ ശക്തമായ വാദം ഉന്നയിക്കുന്ന നേതാവല്ലേ ദേശീയ രാഷ്ട്രീയത്തിൽ ആനി രാജ എവിടെ നിൽക്കുന്നു? രാഹുൽ ഗാന്ധി മാച്ച് ഫിക്സിംഗ് എന്ന ഒരു വാചകം പറയാൻ പട്ടികയൊക്കെ എന്താണ്? പട്ടിക എന്താണ്? ഡൽഹിയിൽ നമ്മൾ എന്താണ് കണ്ടത്? ഡൽഹിയിൽ ഐക്യപ്പെടലിൽ എന്താണ് കണ്ടത്? ഡൽഹിയിൽ ഐക്യപ്പെടലിൽ എന്താണ് കണ്ടത്? ആരുടെ ശബ്ദം, ആരുടെ വാചകങ്ങളാണ് ഇവിടെ ബാക്കി സഖ്യത്തിൽ ഉണ്ടായത്, ബാക്കി നേതാക്കൾ ഏറ്റുപിടിച്ചത്? അല്ലേ? കുറച്ചു കാലമായി രാഹുൽ ഗാന്ധിയുടെ ശബ്ദം അങ്ങനെ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഈ കൊടിക്കുന്നിൽ സുരേഷിനെയൊക്കെ ഇതിനെ കൂടെ ചേർക്കുന്നത് എന്തിനാണ്? ഇന്ത്യ ബ്ലോക്കിന് അധികാരത്തിൽ വരണമെങ്കിൽ
മിനിമം ചില കാര്യങ്ങൾ സാധ്യമാകേണ്ടതുണ്ട്. എന്താണ് ആ മിനിമം സാധ്യം? അപ്പോൾ DMK, CPIM, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തി മോർച്ച, ശിവസേന, ഉദ്ധവ് ഠാക്കറെ വിഭാഗം, NCP, അതുപോലെ തന്നെ RJD തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് സാധ്യമായ ഇടങ്ങളിൽ മാത്രം ജയിച്ചാൽ ഇന്ത്യ ബ്ലോക്കിന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല. ഒരു 150 മുതൽ 200 വരെയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് 100 മുതൽ 125 വരെ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യ ബ്ലോക്കിന് അധികാരത്തിൽ വരാൻ സാധിക്കൂ. അങ്ങനെ അധികാരത്തിൽ വരേണ്ട ഇന്ത്യ ബ്ലോക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പണായി വിശേഷിപ്പിക്കുന്ന, സ്മൃതി പരുത്തിക്കാട് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെ പോയി മത്സരിക്കാതെ, അപ്പോൾ ഈ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ആ വയനാടിന് ചുറ്റുമുള്ള മണ്ഡലങ്ങളിൽ കൂടി അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകുമെന്നും ആ നിലയിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിയുമെന്നുമാണല്ലോ പറയുന്നത്. ആ നിലയിൽ ഉത്തർപ്രദേശിൽ പോയി മത്സരിക്കുകയും ആ ഉത്തർപ്രദേശിൽ ആ അനുരണനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്ത് ഒറ്റ കാര്യമുള്ളൂ, രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ജയിക്കേണ്ട സീറ്റിൽ നിൽക്കേണ്ട സാഹചര്യമുണ്ട്. താങ്കൾക്കും അറിയാം. ഞാൻ ഇത് കോൺഗ്രസ് മൊത്തം ജയിക്കട്ടെ, CPM മൊത്തം നോക്കട്ടെ, CPM ഈ ഇലക്ഷൻ നിങ്ങളുടെ ഒരു ചരിത്രപരമായ റോള് നിങ്ങൾ വഹിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഏറ്റവും ദുർബലമായ പൊസിഷൻ എടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഹിന്ദുത്വം എതിർക്കാൻ പറ്റുന്നില്ല. ഒരു മതേതര രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രൊഡക്റ്റുകളായ CAA, അതുപോലെ തന്നെ 370 ഇലക്ട്രൽ ബോണ്ട്, ഇതിനെ എതിർക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഈ കേരളത്തിലുള്ള ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയെ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സഹകരണം കിട്ടുന്ന ആളുകളിലേക്ക് മാത്രം പോകാതെ ഞാൻ പറയട്ടെ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു മതേതര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണോ CPM-നെ മതേതര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണോ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്, ആ മുസ്ലിം ലീഗിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് പറയാനാണെന്നേ? നിങ്ങൾ ചത്തൊടുങ്ങട്ടെ എന്ന് തീരുമാനിക്കാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മൗനം അവലംബിക്കാൻ പറ്റുമോ? നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മൗനം അവലംബിക്കാൻ പറ്റുമോ? എടുത്തു പറയുന്ന സാഹചര്യം ഒന്ന് അരുൺ പറഞ്ഞോട്ടെ. നേരെ അല്ല, രാജസ്ഥാനിലെ ഷിക്കാറിൽ CPM മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ്. ഡിണ്ടിഗലിൽ സച്ചിദാനന്ദം മത്സരിക്കുന്നത് DMK-യുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടുകൂടിയാണ്. ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ രസതന്ത്രം കേരളത്തിൽ വരുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും CPM-ഉം കോൺഗ്രസും ഈ ആശയങ്ങളോട്ട് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സന്ദേശത്തിൽ ശ്രീനിവാസൻ സിനിമ പറയുന്നത് പോലെ പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞതുപോലെ പച്ചക്കൊടിയെക്കുറിച്ച് പറയരുത് എന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ കോൺഗ്രസ് എത്തിയിട്ടുണ്ടെങ്കിൽ കഷ്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കൂ. അതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. നോക്കൂ, മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ കൊടി പാറുന്നുണ്ട് ആ പ്രചരണത്തിന്. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേനയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ അടിത്തറയുണ്ടാവുകയും സ്ട്രൈക്ക് റേറ്റ് കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്താൻ കഴിയാതെ വരികയും അതുകൊണ്ട് കോൺഗ്രസിന് സ്വന്തം കൊടി ഉയർത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആശയപരമായി ഒരു ഭൂരിപക്ഷ രാഷ്ട്രീയം നമ്മളെ എങ്ങനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നത് നമ്മളെല്ലാവരും ഇരുന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. അത് തിരഞ്ഞെടുപ്പിനെ ആയുധമാക്കി ഉപയോഗിക്കാൻ CPM തുനിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നിസ്സഹായമായി നിൽക്കേണ്ടി വന്നാൽ സന്ദേശം സിനിമ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷേ അതുകൊണ്ടൊന്നും BJP-യുടെ ഈ വലിയ ആശയത്തെയോ ബൃഹത്തായ ആഖ്യാനത്തെയോ നമുക്ക് ചെറുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതാണ് എനിക്ക് പറയാം. രാജസ്ഥാന്റെ കാര്യം കൂടി ഞാൻ പറയാം. രാജസ്ഥാനിൽ എന്തുകൊണ്ടാണ് അമ്രാറാമിന് സിക്കറാമിലും മത്സരിക്കാനുള്ള ഒരു ഔദാര്യം കോൺഗ്രസിനെ വെച്ച് നീട്ടേണ്ടി വന്നിട്ടുള്ളത്? 2021-23 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇല്ലാതെ അവിടുത്തെ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറുള്ള പ്രാദേശിക കക്ഷികളെ സഹകരിപ്പിക്കാതെ അശോക് ഗെഹ്ലോട്ട് ഒരു ഔദ്ധ്യത്തോടു കൂടി മുന്നോട്ട് പോയി. അവിടെ വലിയ പരാജയം ഉണ്ടായി. അതുകൊണ്ടാണ് പരാജയം ഉണ്ടായത് എന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് അവലോകനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അമ്രാറാമിന് മത്സരിക്കാൻ സാധിക്കുന്നത്. വളരെ പ്രത്യേകമാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കോൺഗ്രസിൻ്റെ ഔദാര്യം വേണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെതിരെ ഒരിടത്തു പോലും മത്സരിക്കാതെ രാഷ്ട്രീയ മാന്യത കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ചെറിയ കാര്യമല്ല അത്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വോട്ട് ഷെയർ
വളരെ പ്രധാനപ്പെട്ടതാണ് ദേശീയ പാർട്ടി പദവിക്ക് വേണ്ടി. അത് വേണ്ട. അതിനപ്പുറത്തേക്ക് BJPക്കെതിരെ ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമാകട്ടെ. പല സംസ്ഥാനങ്ങളിലും CPM-നെ പരിഗണിച്ചിട്ട് പോലുമില്ല. 3% മുതൽ അങ്ങോട്ട് വോട്ട് ഉണ്ട് ഓരോ സംസ്ഥാനത്തും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ CPM-ന് എല്ലാ സീറ്റുകളിലും മത്സരിക്കാത്തതുകൊണ്ടാണ് അത് വെളിച്ചത്ത് വരാത്തത്. പക്ഷേ അങ്ങനെ 3% മുകളിലുള്ള വോട്ടുകൾ റിഫ്ലക്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, BJPക്കെതിരെ ഒരൊറ്റ സ്ഥാനാർത്ഥി മതി എന്ന നിലപാടിൽ ഉറച്ചേക്കുകയാണ് CPM. അത് രാഷ്ട്രീയ മര്യാദയും മാന്യതയാണ്. ശരി, പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇത് തുടരേണ്ടി വരും. ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം. അല്ല ഞാൻ പറഞ്ഞോട്ടെ മാഡം വരാം. അല്ല, ബ്രേക്ക് കഴിഞ്ഞ് ഇതിലേക്കന്നെ വരാം. അല്ല, അങ്ങനെ പറ്റില്ല. ബുള്ളറ്റിൻ പോകാൻ സമയമില്ല. നമുക്ക് ചർച്ച തുടരേണ്ടി വരും. അല്ല, ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. മാഡം പറഞ്ഞതിന്റെ മറുപടിയാണ്. ഇത്രയും തർക്കിക്കുന്ന സമയം മതി, ഞാൻ പെട്ടെന്ന് പറയാം. അതായത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനകത്തെ ഒരു ഫാക്ട് ചെക്ക് ആണല്ലോ. ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സർക്കാരിന്റെ സൈറ്റിൽ തന്നെ LSG-Kerala.gov.in ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതിൽ 32 അംഗ നഗരസഭയാണ്. അതിൽ SDPIക്കുള്ളത് 3 അംഗങ്ങളാണ്. ഇവിടെ മാഡം പറഞ്ഞു SDPIയുടെ പിന്തുണയോട് കൂടിയാണ് അവിടെ LDF ഭരിക്കുന്നതെന്ന്. അവിടെ LDF-ന് 13, UDF-ന് 13, കോൺഗ്രസ് വിമതർ 3 പേരുണ്ട്, 3 SDPI. അതിൽ കോൺഗ്രസ് വിമതരും LDF-ഉം ചേർന്നാണ് അവിടെ ഭരിക്കുന്നത്. അതിൽ മാഡം പറഞ്ഞ ആ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉണ്ടല്ലോ, അമീന ഹൈദരാലി, അവർ കോൺഗ്രസ് വിമതയായിട്ടാണ് മത്സരിച്ച് ജയിച്ചത്. ഇനി അവർ SDPI ഇൻ ഡിസ്ഗൈസ് ആണോ എന്നുള്ളത് അവരാണ് വെളിപ്പെടുത്തേണ്ടത്. ഇതുവരെ അമീന ഹൈദരാലി ഞാൻ പറയട്ടെ, അമീന ഹൈദരാലി മത്സരിച്ച് വിജയിച്ചപ്പോൾ അവർക്ക് ചുറ്റും SDPIക്കാർ കൂടി നിന്നത് വെച്ചുകൊണ്ടാണ് അവർ SDPIയുടെ ആളാണെന്ന് SDPI ക്ലെയിം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മാഡം പക്ഷേ പറയുന്നു ഡയറക്ട്ലി അമീന ഹൈദരാലി SDPI ആണ് അവരെ ചെയർപേഴ്സൺ ആക്കിയിരിക്കുന്നു എന്നൊക്കെ. അത് തെറ്റാണ്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അമീന ഹൈദരാലി മത്സരിച്ച് ജയിച്ചത് കോൺഗ്രസ് വിമതയായിട്ടാണ്. തെറ്റുണ്ടെങ്കിൽ നികേഷ് സാറിന് തിരുത്താം. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണും അമീന ഹൈദരാലിയാണ്. അതിലെവിടെയാണ് SDPI കറക്റ്റായിട്ട് ഒരു പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്നത് മാഡം പറയേണ്ടത്. ഇടവേള കഴിഞ്ഞ് പറഞ്ഞാലും മതി. അല്ല, അങ്ങനെ ഇപ്പൊ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇത് ഒരു മിനിറ്റ് സുജി, ആ രൂപത്തിൽ സംസാരിക്കണ്ട. അന്ന് വന്നിരുന്ന വാർത്തകളാണ്. അല്ല, വല്ലാതെ CPM-ന് വേണ്ടിയിട്ട് അല്ല, CPM-ന് വേണ്ടി വല്ലാതെ ശബ്ദമുയർത്തി സംസാരിക്കണ്ട കേട്ടോ. ഇവിടെ കൊടുത്തിരുന്ന വാർത്തയാണ് ഞാൻ വായിച്ചത്. കൊടുത്തിരുന്ന വാർത്തയാണ് ഞാൻ വായിച്ചത് കേട്ടോ. ഞാൻ ഈരാട്ടുപേട്ടയിലെ കാര്യം ഞാൻ പറഞ്ഞു. അത് തിരിച്ചു പറയാനൊന്നുമില്ല. നഗരസഭയെ കുറിച്ച് ഇവിടെ ആദ്യം സംസാരിച്ചത് ഞാൻ ആയതുകൊണ്ട് അതിനകത്ത് ഖണ്ഡിക്കാനൊന്നും ഇവിടെ നിന്നിട്ടില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. പറഞ്ഞാൽ ചൂണ്ടിക്കാട്ടു. പറഞ്ഞ വാർത്തയെ ഖണ്ഡിച്ചുകൊണ്ട് സുജിയെ പറഞ്ഞതുകൊണ്ട് അന്ന് വന്ന വാർത്ത ഞാനൊന്ന് വായിക്കാം. 2021 കാര്യമാണല്ലോ പറയുന്നത്. പത്തനംതിട്ട നഗരസഭയിലെ CPM SDPI ധാരണയ്ക്കെതിരെ ഏരിയ കമ്മിറ്റിയും DYFIയും. പത്തനംതിട്ട നഗരസഭയിലെ CPM SDPI ധാരണയ്ക്കെതിരെ CPM ഏരിയ കമ്മിറ്റിയും DYFIയും രംഗത്തെത്തി. SDPയുമായി ധാരണയുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ LDF യോഗത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും മൗനം തുടരുന്ന CPM ജില്ലാ നേതൃത്വത്തിനെതിരെ DYFI അമർഷം അറിയിച്ചു. നഗരസഭാ ചെയർമാൻ സ്ഥാനം ലക്ഷ്യമിട്ട് പാർട്ടി നയം ലംഘിച്ച് സക്കീർ ഹുസൈൻ SDPയുമായി ഏകപക്ഷീയമായി ധാരണയുണ്ടാക്കി പ്രവർത്തിക്കുകയാണെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം ചേർന്ന CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിഷയം അവതരിപ്പിച്ചെങ്കിലും മറുപടി നൽകാതെ നേതൃത്വം ഒഴിഞ്ഞുമാറി. SDPയുമായി ധാരണയുണ്ടാക്കിയും SDPI നിർദ്ദേശിച്ചയാളെ വൈസ് ചെയർപേഴ്സൺ ആക്കിയതിനു പിന്നാലെ ഒരു സ്ഥിരം സമിതി കൂടി SDPIക്ക് നൽകിയിട്ടും ജില്ലാ നേതൃത്വം മൗനം തുടരുന്നതിനിടെ ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗത്തിനും എതിർപ്പാണ്. SDPയുമായി സഹകരണം വേണ്ട എന്ന UDF തീരുമാനമെടുത്ത നഗരസഭയിലാണ് പാർട്ടി നയം ലംഘിച്ച് CPM വർഗീയ ശക്തിയുമായി കൂട്ടുകെട്ടുണ്ടായിരിക്കുന്നതെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ആരോപണം. അന്നത്തെ വാർത്തയാണ് ഞാൻ വായിച്ചത്. അതിൽ ഇനി മറ്റ് കാര്യങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ടാകാം. കൂട്ടിച്ചേർത്തോട്ടെ? പറഞ്ഞോളൂ സ്മൃതി, ഞാനൊന്നും കൂട്ടിച്ചേർത്തോട്ടെ? നമ്മൾ ഈ ഫാക്ട് ചെക്ക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഫാക്ട് ചെക്ക് ആവണം. പത്തനംതിട്ടയിലെ 21ാം വാർഡിലാണ് ഇപ്പോൾ ഈ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് 2017 അന്ന് അവിടെ മത്സരിക്കുന്നത് SDPയുടെ സ്ഥാനാർത്ഥിയാണ്. അന്ന് മത്സരിച്ച് ജയിക്കുന്നത് ഷംസുദ്ദീനാണ്. മൂന്നാമത് എത്തുകയാണ് ചെയ്തത് SDPI. എന്നാൽ 2020 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 21ാം വാർഡിൽ SDPI സ്ഥാനാർത്ഥി നിർത്തിയിരുന്നില്ല. പകരം അവിടെ സ്വതന്ത്രയായി മത്സരിച്ച ആമിന ഹൈദരാലിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അവർ നിഷേധിച്ചിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ ആമിന ഹൈദരാലി എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് SDPയുടെ പിന്തുണയോടുകൂടിയാണ് എന്നുള്ളത് വ്യക്തവുമാണ്. മാത്രമല്ല 3 അംഗങ്ങളാണ് SDPക്ക് പത്തനംതിട്ട നഗരസഭയിലുള്ളത്. അവിടെയാണ് ആ 3 പേർ. സുജയ, ഒരു നിമിഷം സുജയ, ഞാൻ പൂർത്തീകരിക്കട്ടെ. നോക്കൂ, SDPയുടെ 3 പേരുണ്ട്, മറ്റു സ്വതന്ത്രരായ 3 പേരുണ്ട്. ആ 3-ൽ ഈ പറയുന്ന 21ാമത്തെ വാർഡിൽ 117 വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയ SDPയുടെ സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യത്തിൽ വിജയിച്ചു വന്നയാളാണ്. എന്ന് പറഞ്ഞാൽ SDPI പിന്തുണയോട് വന്ന സ്വതന്ത്രയാണ്. മാത്രവുമല്ല 3 അംഗങ്ങളുള്ള SDPക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട് അവിടെ പത്തനംതിട്ടയിൽ. അതെങ്ങനെ ലഭിക്കും? 13 അംഗങ്ങളുള്ള കോൺഗ്രസിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി, 3 അംഗങ്ങളുള്ള SDPക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഷമീർ എന്നാണ് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗത്തിന്റെ പേര്.
അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. അതിൽ സ്മൃതി പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അതിൽ SDP-യുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രൻ എന്നതാക്കി പറഞ്ഞതിന്റെ കഴിഞ്ഞാൽ ചുരുക്കം ഇത്രയേ ഉള്ളൂ. അതാത് രാഷ്ട്രീയ കാലങ്ങളിൽ അതാത് തരത്തിലുള്ള പിന്തുണ തേടലും പിന്തുണ കൊടുക്കലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞ കാര്യമില്ല. അല്ല, അങ്ങനെ നമുക്കിപ്പോൾ വളരെ സമവായത്തിൽ SDP ആയിട്ട് രണ്ടുപേരും ഉണ്ടായിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ എന്റെ കൺസീഡ് ചെയ്യാം, സുജിയുടെ കൺസീഡ് ചെയ്യാം, സ്മൃതിയുടെ കൺസീഡ് ചെയ്യാം. അങ്ങനെയൊന്നുമല്ല. SDP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയെ പുറത്തു നിർത്തുന്നതിൽ കൃത്യമായ ഇച്ഛാശക്തി കാണിച്ചിട്ടുണ്ട്. അമീന ഹൈദരാലിയാണ് വിഷയമെങ്കിൽ അമീന ഹൈദരാലി കോൺഗ്രസിന്റെ വിമതയാണ്. അവർ ഭർത്താവ് ഹൈദരാലി മരണപ്പെട്ടപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത്. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അവർ സ്വതന്ത്രയായി മത്സരിച്ചു, ജയിച്ചു. ഇതാണ് അവസ്ഥ. ആ ആളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവർ SDP-യുടെ ക്ലെയിമൻ്റ് അല്ല, അവർ SDP-യും അല്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് വിഷയമെന്നുള്ളതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും ജയിക്കണമെങ്കിൽ, അത് LDF-ന് ജയിക്കണമെങ്കിലോ UDF-ന് ജയിക്കണമെങ്കിലോ ന്യൂനപക്ഷ വോട്ടുകളുടെ പിന്തുണ അനിവാര്യമാണ്. ഇവിടെ SDP-യുടെ പിന്തുണ വന്നപ്പോൾ UDF പതറുകയും ക്രിസ്ത്യൻ വോട്ടുകളിൽ ഇളക്കമുണ്ടാവുകയും രാഷ്ട്രീയ എതിരാളികൾ അത് സമയോചിതമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ, ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പതർച്ചയിൽ നിന്നാണ് ഈ പറയുന്ന അങ്കലാപ്പെല്ലാം വരുന്നത്. അത് നിങ്ങൾ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ടതാകുന്നത്? നിങ്ങളുടെ ദേശീയ നേതൃത്വം ഇവിടെ നിന്നാണെന്ന് മത്സരിക്കുന്നത്. നിങ്ങളുടെ ദേശീയ നേതൃത്വം ഇവിടുന്ന് മത്സരിക്കുകയും നിങ്ങളോടൊപ്പം ഉള്ള ഒരു മതേതര മുസ്ലിം സംഘടനയായിട്ടുള്ള മുസ്ലിം ലീഗിനെ നിങ്ങൾക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയാതിരിക്കുകയും നിങ്ങളോടൊപ്പം ഇല്ലാത്ത ഒരു തീവ്രവാദ മുസ്ലിം സംഘടനയെ നിങ്ങൾ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള പതർച്ച, ആ പതർച്ചയുടെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് അത് നിങ്ങൾ നേരിട്ടേ പറ്റൂ. UDF നേരിട്ടേ പറ്റൂ. അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ LDF-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി റിയാസ് മൗലവി വധക്കേസായിരുന്നു. അതിൻ്റെ ശിക്ഷാവിധി വരേണ്ട ദിവസം സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ഒരുപക്ഷെ കേരള രാഷ്ട്രീയം മാറിപ്പോകുമായിരിക്കും. പക്ഷേ റിയാസ് മൗലവി വധത്തിലെ പ്രതികളെ 3 പേരെയും വെറുതെ വിട്ടപ്പോൾ പോലും ഈ സുന്നി വിഭാഗത്തിൻ്റെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം സുന്നി വിഭാഗമാകെ തന്നെയും LDF സർക്കാരിനെയല്ല കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. സുപ്രഭാതം എഡിറ്റോറിയൽ എഴുതിയത് നീതിപീഠത്തെ വിലക്ക് വാങ്ങുന്ന രീതിയെക്കുറിച്ചാണ്, പ്രോസിക്യൂഷൻ്റെ വീഴ്ചയെക്കുറിച്ചോ അന്വേഷണത്തിൻ്റെയോ അല്ല. അപ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിൽ, ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ കൃത്യമായി ചുവട് വയ്ക്കാൻ ഈ പറയുന്ന റിയാസ് മൗലവി വധക്കേസിൻ്റെ വിധിന്യായത്തിൽ പോലും യഥാർത്ഥത്തിൽ LDF-ന് സാധിച്ചു. പക്ഷേ മുസ്ലിം ലീഗിനെ സംരക്ഷിച്ച് നിർത്തുന്നതിലോ അല്ലെങ്കിൽ SDP-യെ എതിർക്കുന്ന കാര്യത്തിനോ UDF-ന് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഫോളോ ഔട്ട് അതുണ്ടാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ശരി, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായും കഴിഞ്ഞതാണ്. നമ്മൾ അരമണിക്കൂർ കൂടുതലായി എടുത്ത് ഈ ചർച്ച നടത്തി. SDP വോട്ട് തള്ളണോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് 2. മീറ്റ് ദി എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. Good night. Meet the editors.